മക്കളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. മെയില് ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതായത് ഇനി നമ്മുടെ മുമ്പിലുള്ളത് ഏതാണ്ട് 70+ ദിവസങ്ങൾ. അപ്പോൾ നിങ്ങൾ ആഞ്ഞ് പഠിക്കായിരിക്കും എനിക്കറിയാം. പക്ഷേ നിങ്ങൾക്ക് അറിയണ്ടേ, ഇതിനകത്ത് ഏറ്റവും അധികം നിയമനം നടക്കുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 1 ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റാണ് KSFE. എനിക്കറിയാം നിങ്ങളുടെ ഭൂരിഭാഗം ആൾക്കാരും പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ആ റാങ്ക് ലിസ്റ്റ് എടുത്താൽ ആ റാങ്ക് ലിസ്റ്റിനകത്ത് 50% നിയമനങ്ങൾ നടക്കുന്നത് KSFEയിലായിരിക്കും. എന്ന് വെച്ചാൽ കേട്ടു വെച്ചോ, 2027 ആദ്യം നിങ്ങൾ KSFEയിലായിരിക്കും വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമില്ലേ എന്താണ് KSFEയിലെ ജോലി, എങ്ങനെയായിരിക്കും ജോലിയുടെ സ്വഭാവം വരുന്നത്, പെൻഷൻ ഉണ്ടോ, അങ്ങനെ ഒത്തിരി ഡൗട്ട്സ് നിങ്ങൾക്ക് കാണും. നമുക്ക് ഈ സെഷനിൽ എല്ലാം മനസ്സിലാക്കാം. ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗിരീഷൻ സാർ 25 വർഷം KSFEയിലായിരുന്നു. മാത്രമല്ല 5 വർഷം സ്റ്റേറ്റ് സർവീസിലുമായിരുന്നു. അപ്പോൾ സാറിന് അത്രമാത്രം എക്സ്പീരിയൻസ് സാറ് KSFEയിലുണ്ട്. അപ്പോൾ നമുക്ക് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സാറിനോട് ചോദിച്ചൊന്ന് മനസ്സിലാക്കാം. സാർ, ഒരുപാട് സന്തോഷം സാറിനെ കൂടെ കിട്ടിയതിൽ, ഒത്തിരി സന്തോഷം. സാർ, എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സാർ, KSFEയുടെ സ്ഥാപിത ലക്ഷ്യത്തെയും വളർച്ചയെയും കുറിച്ച് സാറിനൊന്ന് ചുരുക്കി വിവരിക്കാൻ പറ്റുമോ? എന്താണ് KSFEയുടെ ലക്ഷ്യം, എന്താണ്? ഇപ്പോൾ KSFE ഉൾപ്പെടെയുള്ള കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിൽ ടെസ്റ്റ് എഴുതാൻ വരുന്ന ഉദ്യോഗാർത്ഥികൾ അവർ കടന്നു വരുന്ന ഒരു സ്ഥാപനത്തെക്കുറിച്ച് എന്തായാലും അറിഞ്ഞിരിക്കുന്നത് ഉചിതമാണ്. KSFE എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കേരളത്തിൽ സുപരിചിതമായൊരു സ്ഥാപനമുണ്ട്. 1960കളിൽ ഈ കേരളത്തിലെ സമ്പദ്ഘടനയിൽ വലിയ ചൂഷണം നടന്നിരുന്നു. പ്രത്യേകിച്ചും മൈക്രോ ഫൈനാൻസിങ് രംഗത്ത് ചിട്ടി പോലുള്ള സ്ഥാപനങ്ങൾ പ്രൈവറ്റ് മേഖലയിൽ വളരെ സജീവമായിരിക്കുകയും അവർ ഈ ഇടപാടുകാരെ ചൂഷണം ചെയ്യുന്നതിനുള്ള അവസരം ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ഈ കുറിക്കമ്പനികൾ പഴയ സിനിമകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവർ ഇങ്ങനെ തട്ടിക്കൂട്ടുക, അത് ആൾക്കാരെ നിന്ന് കാശ് സമാഹരിച്ചിട്ട് അവർ മുങ്ങുക. ഇങ്ങനെയുള്ള ചൂഷണത്തിന് ഒരുപാട് വിധേയരായ സാധാരണക്കാരെ അതിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത് സ്ഥാപിച്ചതാണ് KSFE. 1967-69 കാലത്തെ EMS ഗവൺമെൻറ് കാലത്താണ് ഇത് രൂപീകരിക്കുന്നത്. അന്ന് PK കുഞ്ഞെന്ന് പറയുന്ന അന്നത്തെ ധനകാര്യമന്ത്രി, അദ്ദേഹമാണ് അതിന് മുൻകൈയെടുത്തത്. ഈ സ്ഥാപനം 1969 നവംബർ 6 രൂപീകരിക്കുന്നത്. മനസ്സിലായി. ഈ സ്ഥാപനത്തിൻ്റെ ഇപ്പോഴും എല്ലാ നവംബർ 6 സ്ഥാപക ദിനമായി വളരെ ആർഭാടപൂർവ്വം ആഘോഷിക്കുന്നുണ്ട്. അതാണ് KSFEയുടെ രൂപീകരണം ആയി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ആ സ്ഥാപനം ഇന്ന് അല്ലെങ്കിൽ അന്ന് തുടങ്ങുമ്പോൾ ഏകദേശം 45 ജീവനക്കാരും 10 ബ്രാഞ്ചുകളും 2 ലക്ഷം രൂപ മൂലധനവുമായിട്ടാണ് തുടങ്ങുന്നത്. മനസ്സിലായി. ഇന്ന് അത് എത്തി നിൽക്കുന്നതാണ് അതിൻ്റെ വളർച്ചയുടെ ഘട്ടം മനസ്സിലാക്കേണ്ടത്. ഇന്ന് ആ സ്ഥാപനത്തിൽ 9051 ജീവനക്കാർ ഈ കഴിഞ്ഞ 25 അവസാനം വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അതിൻ്റെ മൂലധനം 200 കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ട്. 200 കോടി. അപ്പോൾ സ്ഥാപനത്തിൻ്റെ വളർച്ച അതാണ് കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്ഥാപനത്തിൻ്റെ ബ്രാഞ്ചുകളുടെ എണ്ണം 684 ബ്രാഞ്ചുകൾ ഇന്ന് KSFE കേരളത്തിലുണ്ട്. 684. ഓക്കെ സാർ, KSFE കേരളത്തിൽ മാത്രമാണോ അതോ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലോ രാജ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആണോ? കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ? KSFE കേരളത്തിൽ മാത്രമാണ്. പക്ഷേ കേരളത്തിൻ്റെ പുറത്ത് പ്രവാസികൾക്ക് കൂടി, നോൺ കേരളീയറ്റിനു കൂടി ചിട്ടിയിൽ ചേരുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഡിജിറ്റൽ ബിസിനസ് സെൻറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് KSFEയുടെ തിരുവനന്തപുരത്ത് തന്നെ ഒരു സ്ഥാപനം വർക്ക് ചെയ്യുന്നുണ്ട്. KSFEയുടെ ഭാഗമായിട്ടുള്ള ബിസിനസ് നടത്തുന്നതിന് വേണ്ടി. അതെല്ലാം ഓൺലൈനാണ്. പ്രവാസികൾക്ക് വിവിധ രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളിലുള്ളവർക്കും ആ ചിട്ടിയിൽ ഓൺലൈനായിട്ട് ചേരുന്നതിനും മറ്റു ഇടപാടുകളെല്ലാം ഓൺലൈനായിട്ട് ചെയ്യുന്നതിനുള്ള സംവിധാനമാണ് അതിൽ ഒരുക്കിയിട്ടുള്ളത്. മനസ്സിലായി സാർ. ഓക്കെ സാർ, അത് എനിക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഈ KSFEയുടെ ഭരണ നിർവഹണം എങ്ങനെയാണ്? ഇപ്പോൾ ഒരു കുട്ടി എന്തായാലും KSFEയിൽ അസിസ്റ്റൻ്റ് ജൂനിയർ അസിസ്റ്റൻ്റ് കയറാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ KSFEയുടെ ഒരു ഭരണ നിർവഹണം, അതിൻ്റെ സ്ട്രക്ചർ ബാക്കിയെല്ലാം വരുന്നത്? അത് പറയാം. KSFE എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഒരു പൊതുമേഖലാ ധനകാര്യ സ്ഥാപനമാണ്. ഇന്ത്യയിലെ തന്നെ നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെ തന്നെ
മിസലേനിയസ് നോൺ ബാങ്കിങ് കമ്പനികളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നൊരു സ്ഥാപനമാണ്. ഇപ്പം അതിൻ്റെ വളർച്ചയൊരു ഘട്ടം തന്നെ ഞാൻ പറഞ്ഞു വന്നതിൽ വിട്ടുപോയൊരു കാര്യം എന്ന് പറയുന്നത് 1,00,000 കോടി ടേൺ ഓവറുള്ള എന്ന് പറഞ്ഞാൽ അവസാനത്തെ കണക്കനുസരിച്ച് 1,06,000 കോടിയോളം ബിസിനസ് ടേൺ ഓവറുള്ളൊരു സ്ഥാപനമാണ്. അതിന് ദേശീയ പുരസ്കാരങ്ങൾ വരെ KSFEക്ക് അതിൻ്റെ ഭാഗമായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് KSFEയുടെ അല്ല കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നൊരു സ്ഥാപനമാണ്, പൊതുമേഖലാ സ്ഥാപനമാണ്. ഇതിൻ്റെ നിയന്ത്രണം ഇത് ടാക്സസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്. കേരള ഗവൺമെൻറ് ടാക്സസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിൽ ഒരു ഡയറക്ടർ ബോർഡുണ്ട്, ഒരു ചെയർമാൻ, ചീഫ് എക്സിക്യൂട്ടീവ്, മാനേജിംഗ് ഡയറക്ടർ ഉൾപ്പെടെയുള്ള ഒരു ഭരണസമിതിയാണ് ഇതിൻ്റെ ഭരണനിർവഹണം നടത്തുന്നത്. അതാണ് KSFEയുടെ ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ടുള്ളത്. ഇതിൻ്റെ സ്ട്രക്ചർ പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു 684 ബ്രാഞ്ചുകൾ ഉണ്ട്. 684 ബ്രാഞ്ച്, അതുപോലെ തന്നെ 16 റീജിയണൽ ഓഫീസ് കേരളത്തെ അങ്ങോളം ഇങ്ങോളം വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു സ്ഥാപനത്തിന്റെ ഘടന എങ്ങനെയായിരിക്കും അതിന്റെ തന്നെ? ഇപ്പോൾ ഒരു ബ്രാഞ്ച് ഞാൻ എടുക്കുകയാണ് സാർ, ഒരു ബ്രാഞ്ച് എടുക്കുമ്പോൾ അതിന്റെ ഘടന എങ്ങനെയായിരിക്കും? ഒരു ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ അവിടെ ഈ ബ്രാഞ്ച് തന്നെ സൂപ്പർ ബ്രാഞ്ച്, മേജർ ബ്രാഞ്ച്, മൈനർ ബ്രാഞ്ച്, മീഡിയം ബ്രാഞ്ച്, മൈനർ ബ്രാഞ്ച്, പിന്നെ മൈക്രോ എന്നുള്ള രീതിയിൽ തിരിച്ചിട്ടുണ്ട്. അവിടെ ഒരു മേജർ ബ്രാഞ്ചിൽ അവിടെ ബിസിനസ്സിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത് വരുന്നത്. ബ്രാഞ്ചുകളെ ഗ്രഡേഷൻ നടത്തുന്നത് ബിസിനസ്സിൻ്റെ വോളിയം അനുസരിച്ചാണ്. അപ്പോഴതിന് അനുസരിച്ചുള്ള സ്റ്റാഫ്, മാനേജർ, ആവശ്യമായ അസിസ്റ്റൻറ്റ് മാനേജർമാർ, ബിസിനസ്സിൻ്റെ ഇതനുസരിച്ചാണ് അസിസ്റ്റൻ്റന്മാർ, ഓഫീസ് അറ്റൻഡൻറ്റ്, പിന്നീട് ഒരു PTS സ്വാഭാവികമായിട്ട് കാണും. ഇതാണ് അതിൻ്റെ ബ്രാഞ്ചിൻ്റെ ഘടനയിൽ വരുന്ന സ്റ്റാഫ് പാറ്റേൺ എന്ന് പറയുന്നത്. ഒരു മാനേജറുണ്ട്, പുള്ളിക്ക് താഴെ ഒരു അസിസ്റ്റന്റ് മാനേജറുണ്ട്. ഈ അസിസ്റ്റന്റ് മാനേജർക്ക് താഴെയാണ് ഇപ്പോൾ ജൂനിയർ അസിസ്റ്റന്റ് കയറാൻ പോകുന്ന ആൾക്കാർ മൊത്തം വരുന്നത്. പിന്നെ PTSന്റെ ഒരു പോസ്റ്റും കൂടെ വരുന്നത്. ഇതാണ് ഒരു സ്ട്രക്ചർ. പിന്നെ ഒരു ഓഫീസ് അറ്റൻഡന്റ്, അതാണ് അവിടുത്തെ വോളിയം, ബിസിനസ് വോളിയത്തിനനുസരിച്ചാണ് വരുന്നത്. അതിന് പ്രത്യേകമായ സ്റ്റാഫ് നോംസും കാര്യങ്ങളും കമ്പനി കാലാകാലം പരിഷ്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിലവിലുള്ള സ്ട്രക്ചർ അനുസരിച്ച്, ബിസിനസ് വോളിയം അനുസരിച്ച് കാലം ഇത് സ്റ്റാഫിൻ്റെ സ്ട്രെങ്ത് പരിശോധിച്ച് നിയമനം നടത്തുകയാണ് പതിവ്. സാർ, അതേപോലെ ഈ KSFE അസിസ്റ്റന്റ് ആയിട്ട് നിയമനം കിട്ടുന്നവരുടെ ജോലിയുടെ സ്വഭാവം എന്താണ്? ഇവരിപ്പോൾ ജോലിക്ക് കയറി കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളാണ് ജോലിക്ക് കയറാൻ പോകുന്നത്. അപ്പോൾ ജോലിക്ക് കയറുന്ന സമയത്ത് ഇവർക്ക് ട്രെയിനിങ് ഉണ്ടാവും. എന്താണ് അവരുടെ ജോലിയായിട്ട് വരുന്നത്? KSFEയിൽ അസിസ്റ്റൻ്റായിട്ട്, ജൂനിയർ അസിസ്റ്റൻ്റായിട്ട് കടന്നു വരുന്ന ഒരാളിന് നിയമനം സ്വാഭാവികമായിട്ടും ഹെഡ് ഓഫീസിൽ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിലൊരു കാര്യം ഉള്ളത്, ഈ കുറിച്ചിട്ടികളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഈ കുറിച്ചിട്ടികളുടെ ആസ്ഥാനം എന്ന് പറയുന്നത് തന്നെ തൃശ്ശൂരാണ്. അപ്പോൾ കമ്പനി രൂപീകരിക്കുമ്പോൾ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് തൃശ്ശൂർ തന്നെയാണ് ഇതിൻ്റെ ഹെഡ് ഓഫീസ് സ്ഥാപിച്ചിരിക്കുന്നത്. രൂപീകരിക്കുന്ന സമയത്ത് ഹെഡ് ഓഫീസ് അത് തൃശ്ശൂരാണ്. അപ്പോൾ അത് തൃശ്ശൂർ പോയി ജൂനിയർ അസിസ്റ്റൻ്റായിട്ട് അപ്പോയിൻറ്റ് കിട്ടുന്നവർ തൃശ്ശൂർ പോയി ഹെഡ് ഓഫീസാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അതായത് അവരുടെ ട്രെയിനിങ് അവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ ചെല്ലുമ്പോൾ ഒരു ദിവസമോ 2 ദിവസമോ അവിടെ പ്രാഥമികമായി KSFEയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവർക്ക് ഒരു ചെറിയ പരിചയപ്പെടുത്തൽ അല്ലെങ്കിൽ അറിവ് പകരുന്നുണ്ട് അവിടെ. എന്നാൽ അതുമായിട്ടാണ് ഒരു ബ്രാഞ്ച് വരുന്നത്. തുടർന്ന് അവർക്ക് സ്ഥാപനം പ്രത്യേകമായി ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. കാലാകാലം അവരുടെ പ്രൊമോഷൻ വരുന്നതനുസരിച്ച് അസിസ്റ്റൻറ്റ് മാനേജർ എല്ലാ കേഡറിലും അവർക്ക് ആവശ്യമായ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ KSFEയുടെ പദ്ധതികളെ സംബന്ധിച്ച് അവരുടെ ഓട്ടോമേഷനുമായി ബന്ധപ്പെട്ടുള്ള ചേഞ്ചസ്, ഇപ്പോൾ സോഫ്റ്റ്വെയറൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ അതിനാവശ്യമായ പരിശീലനം എല്ലാം കൃത്യമായിട്ട് നൽകുന്നൊരു സ്ഥാപനമാണ് KSFE. സാർ, എത്ര കാലമായിരിക്കും അവരുടെ ട്രെയിനിങ് പീരീഡ്? ട്രെയിനിങ് പീരീഡ് ചിലപ്പോൾ അത് ഈ പോസ്റ്റുകളുടെ അടിസ്ഥാനത്തിലാണ്. അസിസ്റ്റൻറ്റ് മാനേജർ ചിലപ്പോൾ 3 ദിവസം, മാനേജർക്ക് ചിലപ്പോൾ ഒരാഴ്ച ഉള്ള ട്രെയിനിങ്ങുകൾ ഔട്ട്സൈഡ് ഏജൻസിയുടെ സഹായത്തോടു കൂടിയാണ് പലപ്പോഴും ഈ ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നത്. സാർ, അപ്പോൾ ഇവിടെ എനിക്കൊരു അവ്യക്തത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ജൂനിയർ അസിസ്റ്റൻ്റ് ആയിട്ടാണ് ഒരാൾ കയറുന്നത്. അപ്പോൾ അയാൾക്ക് ഫസ്റ്റ് കിട്ടുന്നത് തൃശ്ശൂർ ആയിരിക്കും, ഹെഡ് ഓഫീസിലായിരിക്കും ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്ക് അവിടെ എത്ര കാലം ട്രെയിനിങ്ങിന് ശേഷമാണ് ബ്രാഞ്ചിലേക്ക്? ഞാൻ പറഞ്ഞല്ലോ, 1-2 ദിവസം. ആദ്യത്തെ റിപ്പോർട്ട് ചെയ്യുന്ന ദിവസം അതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ട് അടുത്ത ദിവസം പോസ്റ്റിംഗ് ഓർഡർ ഏത് ബ്രാഞ്ചിലേക്കാണോ പോസ്റ്റിംഗ് ഓർഡർ കൊടുക്കുകയാണ്. പോസ്റ്റിംഗ് ഓർഡറുമായി എത്ര ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അവർ യാത്ര ചെയ്യുന്നതിനുള്ള സമയമുണ്ടല്ലോ, അതിനനുസരിച്ച് അവർ ബ്രാഞ്ച് ചെല്ലുക.
ബ്രാഞ്ച് ചെല്ലുമ്പോൾ നിങ്ങൾ നേരത്തെ ചോദിച്ചാൽ അവരെന്താണ് അവിടെ ചെയ്യേണ്ട ജോലി. അവിടെ അത് ബിസിനസ് സ്ഥാപനം എന്ന രീതിയിൽ അവിടെ പ്രധാനമായി വരുന്ന കളക്ഷൻ, പേയ്മെൻറ്റ്, അതുപോലുള്ള പേയ്മെൻറ്റ് നടത്തിയാൽ സ്വാഭാവികമായിട്ട് തിരിച്ചടവ് വരും. അപ്പോൾ തിരിച്ചടവിൽ വീഴ്ച വന്നാൽ കുടിശ്ശിക, അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം നടത്തുന്ന ആദ്യമേ ഇത്തരം വർക്കുകളിലാണ് ഇവർ ഏർപ്പെടേണ്ടത്. ഇപ്പോൾ ജൂനിയർ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നതോടൊപ്പം ക്യാഷ്യർ കം ജൂനിയർ അസിസ്റ്റൻ്റാണ്. അപ്പോൾ ക്യാഷ്യർ പോസ്റ്റിലേക്ക് അവരെ അവിടെ പോസ്റ്റിംഗ് കൊടുക്കാം, അല്ലെങ്കിൽ ഒഴിവുള്ള ജൂനിയർ അസിസ്റ്റൻ്റ് കൊടുക്കാം. ഇതെല്ലാം ഓരോ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് സെക്ഷനുകളുണ്ട്. കളക്ഷൻ, അതുപോലെ തന്നെ പേയ്മെൻറ്റ്, പിന്നെ ഗോൾഡ് ലോണുണ്ട്. ആ ഗോൾഡ് ലോണിന് പ്രത്യേക സെക്ഷനുണ്ട്. നേരത്തെ പറഞ്ഞ ക്യാഷ്യറുണ്ട്. ഡിഫോൾട്ട് കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേക സംവിധാനമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നതാണ് ഒരു ബ്രാഞ്ചിൻ്റെ പ്രവർത്തനത്തിൽ വരുന്നത്. മനസ്സിലായി. ഓക്കെ സാർ, അടുത്ത് എല്ലാവർക്കും ഒരു ഡൗട്ടാണ്. ഇതൊരു ട്രെയിനിങ്ങിൻ്റെ കേസ് നമ്മൾ സംസാരിച്ചു. പിന്നെ ഈ KSFE-യിൽ ജൂനിയർ അസിസ്റ്റൻ്റ് ആയിട്ട് നിയമനം ലഭിക്കുന്ന ഒരു ആളുടെ ഒരു പ്രൊമോഷൻ ചാൻസ് എങ്ങനെയായിരിക്കും വരുന്നത്? മാത്രമല്ല, ഇതെൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രൊമോഷൻ ചാൻസ് എങ്ങനെയാണ്? രണ്ട്, ഈ പ്രൊമോഷന് വേണ്ടി ടെസ്റ്റ് എഴുതിയാണോ പ്രൊമോഷൻ കിട്ടി പോകുന്നത്, അതോ ഇത്ര വർഷം എടുക്കുമ്പോഴാണോ പ്രൊമോഷൻ കിട്ടി പോകുന്നത്? പ്രൊമോഷൻ സാധ്യത എന്ന് പറയുമ്പോൾ KSFE-യിൽ ജൂനിയർ അസിസ്റ്റൻ്റായിട്ട് വരുന്ന ആൾ ജൂനിയർ അസിസ്റ്റൻറ്റ്, സീനിയർ അസിസ്റ്റൻറ്റ്, സ്പെഷ്യൽ ഗ്രേഡ് അസിസ്റ്റൻറ്റ്, അത് കഴിഞ്ഞാൽ അസിസ്റ്റൻറ്റ് മാനേജർ, അത് കഴിഞ്ഞാൽ മാനേജർ, അത് കഴിഞ്ഞാൽ AGM വരെ ആകാം. ഇതിനെല്ലാം കേഡറുകളുണ്ട്. മാനേജർക്ക് തന്നെ 3-4 കേഡറുകളുണ്ട്. ഗ്രേഡ് പ്രൊമോഷൻ പോലെ വരുന്ന ഇതാണ്. കേഡറുണ്ട്. അപ്പോൾ ജൂനിയർ അസിസ്റ്റൻ്റ് ആകുന്ന ആൾ ഒരു അസിസ്റ്റൻറ്റ് മാനേജർ ആകുന്നതിന് മാത്രം ടെസ്റ്റ് എഴുതിയാൽ മതി. മനസ്സിലായി. എന്ന് പറഞ്ഞാൽ ഒരു 2 വർഷം ജൂനിയർ അസിസ്റ്റൻ്റ് ആകുന്ന ആളിന് വേക്കൻസിക്ക് അനുസരിച്ച് സീനിയർ അസിസ്റ്റൻ്റായിട്ട് പ്രൊമോഷൻ കൊടുക്കുകയാണ്. അതിനാവശ്യമായ ഫിക്സേഷനോടുകൂടി അവർക്ക് പ്രൊമോഷൻ കിട്ടും. അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് സീനിയർ അസിസ്റ്റൻ്റായി 3 വർഷം കഴിഞ്ഞാൽ അവർക്ക് സ്പെഷ്യൽ ഗ്രേഡ് അസിസ്റ്റൻ്റായി കൊടുക്കുന്ന സാധ്യത ഇന്ന് നിലവിലുണ്ട്. അത് കഴിഞ്ഞാൽ അവർക്ക് അസിസ്റ്റൻ്റ് മാനേജർ ടെസ്റ്റ് എഴുതാം. ടെസ്റ്റ് എഴുതി സീനിയോറിറ്റി അനുസരിച്ച് അവർക്ക് അസിസ്റ്റൻ്റ് മാനേജറാകാം. അസിസ്റ്റൻ്റ് മാനേജറായി നിശ്ചിത വർഷം കഴിഞ്ഞാൽ അവർ ഡെപ്യൂട്ടി മാനേജറായിട്ട് പ്രൊമോഷൻ കൊടുക്കും. അതും ഗ്രേഡ് പ്രൊമോഷനാണ്. അസിസ്റ്റൻ്റ് മാനേജറുടെ ജോലി തന്നെയാണ് ഡെപ്യൂട്ടി മാനേജറും ചെയ്യേണ്ടതെങ്കിലും അവർക്ക് സർവീസിനനുസരിച്ച് പ്രൊമോഷൻ കൊടുക്കുക, ഗ്രേഡ് പ്രൊമോഷൻ. അത് കഴിഞ്ഞാൽ പ്രൊമോഷൻ മാനേജറായിട്ട് പോകും. മാനേജർ 4th ഗ്രേഡ്, 3rd ഗ്രേഡ്, സീനിയർ മാനേജർ, ചീഫ് മാനേജർ, ഇത്രയും കേഡറാണ് അതിലുള്ളത്. അതും ഈ പറഞ്ഞ രീതിയിലുള്ള അവരുടെ സർവീസിനനുസരിച്ചിട്ടുള്ള പ്രൊമോഷനാണ്. ഫിക്സേഷനും അതേ രീതിയിൽ അവർക്ക് ശമ്പളത്തിൽ വർധനവ് ഈ ഓരോ പ്രൊമോഷനും ഉണ്ടാകും. അതിൽ നിന്ന് വീണ്ടും ടെസ്റ്റും ഇൻ്റർവ്യൂ ഒക്കെ AGM ആയിട്ട് മാറുന്നവർക്ക് കമ്പനി നടത്തുന്നുണ്ട്. അതാണ് അവർക്ക് മാക്സിമം എൻ്റെ അറിവിൽ ഒരു AGM വരെ, ഒരു ലിസ്റ്റിൻ്റെ ആദ്യഘട്ടത്തിൽ വരുന്നവർക്കൊക്കെ AGM വരെയൊക്കെ പോകാനുള്ള സാധ്യത ഇന്ന് ഉണ്ട്, കമ്പനിയിലുണ്ട്. ഓക്കെ സാറേ, ഒരാൾ ഈ ജൂനിയർ അസിസ്റ്റൻ്റ് കയറുന്ന ഒരാൾ എത്ര വർഷം കഴിഞ്ഞാൽ മാനേജറാണ്? ഉദ്ദേശം ഇപ്പം കറക്റ്റ് ആയിരിക്കണമെന്നില്ല, ഉദ്ദേശമില്ല. മിനിമം 12 വർഷം കഴിയണം. 12 വർഷം കഴിയുമ്പോൾ ഒരു 15 വർഷത്തിനകത്ത് ആദ്യത്തെ പരീക്ഷകളെല്ലാം, അസിസ്റ്റൻ്റ് മാനേജർ പരീക്ഷ എന്ന് പറയുന്ന 2 പേപ്പറുണ്ട്. അപ്പോഴത് പാസ്സായി സീനിയോറിറ്റി വന്ന് പ്രൊമോഷനായി അസിസ്റ്റൻ്റ് മാനേജർ ആയിക്കഴിഞ്ഞാൽ നിശ്ചിത വർഷം, മിനിമം 3 വർഷം ആണെന്ന് എൻ്റെ ഓർമ്മ, മാനേജർ ടെസ്റ്റ് എഴുതാം. ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ ആ ടെസ്റ്റിൽ സീനിയോറിറ്റി മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്, റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രൊമോഷൻ വരുന്നത്. മറ്റേ സീനിയോറിറ്റി അല്ല. ഇവിടെ സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ ടെസ്റ്റ് എഴുതാം. ടെസ്റ്റ് എഴുതി വന്നാൽ അവിടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇതാണ് കൊടുക്കുന്നത്, റാങ്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ. മനസ്സിലായി സാർ. സാർ, അതേപോലെ തന്നെ ഈ KSFE ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥ എങ്ങനെയാണ് വരുന്നത്? അതായത് അവർക്ക് ഇപ്പോൾ ജൂനിയർ അസിസ്റ്റൻ്റ് ആയിട്ട് കയറുന്ന ഒരാൾ, ഇപ്പം ഒരു കുട്ടി കയറാൻ പോകുന്ന ജൂനിയർ അസിസ്റ്റൻ്റ് ആയിരിക്കും, പുള്ളിക്ക് സ്റ്റാർട്ടിങ് കയറുന്ന സമയത്ത് എത്രയായിരിക്കും സാലറി വരുന്നത്? ഇപ്പോൾ ജൂനിയർ അസിസ്റ്റൻ്റ് സംബന്ധിച്ച് ഇപ്പോൾ അവരുടെ സ്കെയിൽ 36,000 ആണെന്ന് എൻ്റെ ഓർമ്മ. അപ്പോഴവർക്ക് അതും DA ഉണ്ട്. KSFE-യിൽ ഇപ്പോൾ നിലവിൽ സർക്കാരിലുള്ളതിനേക്കാൾ കുറച്ചുകൂടി ഒരു സേഫ് ആക്കിയിട്ടുണ്ട് KSFE ജീവനക്കാരെ. അത് പറയാൻ കാര്യം, അവർക്ക് ബൈലാറ്ററൽ അഗ്രിമെൻ്റാണ്. കമ്പനിയും മാനേജ്മെൻറ്റും യൂണിയനുകൾ ജീവനക്കാരുടെ സംഘടനകളുമായി എഗ്രിമെൻ്റ് ചെയ്ത് ആ എഗ്രിമെൻ്റ് വയ്ക്കുന്ന അത് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ, ബോർഡ് അംഗീകരിച്ച് ഗവൺമെൻറ് അപ്രൂവൽ, ക്യാബിനറ്റ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ശമ്പള പരിഷ്കരണം ആകുകയാണ്. ആ ശമ്പള പരിഷ്കരണത്തിൽ DA കാലാകാലം 6 മാസത്തിലൊരിക്കൽ പ്രൈസ് ഇൻഡെക്സിനനുസരിച്ച് കൊടുക്കാവുന്നൊരു ക്ലോസ് കൂടി അവർ ചേർത്ത് അങ്ങനെ ആവുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ജീവനക്കാരെക്കാൾ കാലാകാലം DA അവർക്ക് കൃത്യമായി കിട്ടുന്നുണ്ട്. പിന്നെ HRA ഉണ്ട്, 10%, മാക്സിമം 10,000 രൂപ വരെയുള്ള
HRA കിട്ടുന്നുണ്ട്. അതാണ് അതുമായിട്ടുള്ള ശമ്പളവുമായി ബന്ധപ്പെട്ട്. അതായത് സ്റ്റാർട്ടിങ് കയറുന്ന സമയത്ത് തന്നെ 50,000 പ്ലസ് സാലറിക്ക് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. പുതിയ ശമ്പള പരിഷ്കരണം എഗ്രിമെൻ്റ് ആയി കഴിഞ്ഞു. അതിന് ഗവൺമെൻറ്റിൽ ആണെന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഗവൺമെൻറ് മിക്കവാറും ഉടനെ ചിലപ്പോൾ പാസ്സാക്കി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ അവരുടെ ശമ്പളം 50,000-ലേക്ക് എത്താൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു നല്ലൊരു പ്രതീക്ഷയാണ്. കാരണം ഈ കേസ് മറ്റ് ഏതൊരു ധനകാര്യ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഈ ലിസ്റ്റിൽ നിങ്ങൾ ഈ പറഞ്ഞ കമ്പനി ബോർഡ് കോർപ്പറേഷൻ ലിസ്റ്റിൽ വരുന്ന ജീവനക്കാരിൽ ഏറ്റവും കൂടുതൽ ആകർഷകമായ ശമ്പളം അപ്പോഴും KSF-ൽ ആകുമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴും KSF-ലാണ് ഏറ്റവും വലിയ സാലറി വരുന്ന കാര്യം. ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ KSEB ആയിരിക്കും, അതേണക്ക് തന്നെ കെൽട്രോൺ, KMML അതൊക്കെ ആയിരിക്കും വരുന്നത്. അവിടെ ഏറ്റവും അധികം സാലറി പേ ചെയ്യുന്നത് KSF തന്നെയാണ്. മാത്രമല്ല ഈ KSF-ന്റെ ഒരു ഹിസ്റ്ററി എടുത്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് തുടങ്ങിയ വർഷം മുതൽ ഈ സ്ഥാപനം പ്രോഫിറ്റാണ്. ഇതുവരെ ഒരിക്കൽ പോലും ലോസിലെത്തിയിട്ടില്ല. എന്തായിരിക്കും അതിൻ്റെ ഒരു കാരണം? KSF ഒരു പൊതുമേഖലാ സ്ഥാപനം എന്നൊരു സാധാരണ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്കൊരു ധാരണയുണ്ട്. അതൊരു വെള്ളാന എന്ന രീതിയിൽ ചില സ്ഥാപനങ്ങളെയൊക്കെ ഞാൻ പേരെടുത്തെന്ന് പറയുന്നത് ചില സ്ഥാപനങ്ങളെയൊക്കെ അങ്ങനെ നമ്മൾ കണ്ടുകൊണ്ട് അതിലൊരു വലിയൊരു അളവ് മിസ്മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റേണലായിട്ടുള്ള പ്രശ്നങ്ങളോ ആകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ KSF-യെ സംബന്ധിച്ചിടത്തോളം അതൊരു പൊതുമേഖലാ സ്ഥാപനം എന്ന രീതിയിൽ അവിടുത്തെ ജീവനക്കാരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് മാനേജ്മെൻറ്റ് മുന്നോട്ട്. അതുപോലെ തന്നെ കാലാകാലം ഇവിടെ വന്നിട്ടുള്ള ഗവൺമെൻറ്റുകൾ അവരിതിനെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വലിയൊരു സാമ്പത്തിക ചൂഷണത്തിൽ നിന്നാണ് ഈ ഇടത്തരം ആൾക്കാരെ, നിക്ഷേപകരെ സംരക്ഷിച്ചത്. അപ്പോൾ അവർക്ക് ഈ സ്ഥാപനത്തിൽ ഒരു വിശ്വാസം ഉണ്ടായി. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ചിട്ടിയിൽ അവിടെ നിക്ഷേപിക്കുന്ന തുക നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ചിലപ്പോൾ നമ്മളൊരു ചിട്ടിയിൽ ചേർന്നിട്ട് തുറന്നു പോകാൻ കഴിയില്ല. നിങ്ങൾ അടച്ച തുക എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായി ചിട്ടി കാലാവധി കഴിഞ്ഞാൽ നിങ്ങൾ അടച്ച തുക നിങ്ങൾക്ക് കൃത്യമായി തിരികെ നൽകുന്നു. അത്ര ഉറപ്പുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഇന്ന് അതുപോലെ തന്നെ ഇത് ഗവൺമെൻറ്റിന് ഗ്യാരണ്ടി ഉണ്ട്. ഇവിടുത്തെ നിക്ഷേപങ്ങൾക്കും ഇവിടുത്തെ ബിസിനസ്സിനും ഗവൺമെൻറ്റിൻ്റെ സംരക്ഷണമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഒരിത്. അപ്പോഴത് ഈ KSF-യെ സംരക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു നിയന്ത്രണമുണ്ട്, സംരക്ഷണമുണ്ട് എന്നുള്ളൊരു തോന്നൽ പബ്ലിക്കിന് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ജീവനക്കാരുണ്ട്. KSF പോലുള്ള ഒരു പൊതുമേഖലാ ധനകാര്യ സ്ഥാപനത്തിന് ലാഭമില്ലെങ്കിൽ നിന്ന് പോകാൻ കഴിയില്ല. ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നെങ്കിലും ഇതിൻ്റെ ശമ്പളം മറ്റ് എല്ലാ തരത്തിലുള്ള ചെലവുകളും KSF-യുടെ ഓൺ ഫണ്ടിൽ നിന്നാണ് ചെലവഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ മുന്നോട്ട് പോകും. അപ്പോൾ ജീവനക്കാരും മാനേജ്മെൻറ്റും ഗവൺമെൻറ്റും അതിന് ആവശ്യമായ കാലാകാലം നടപടികൾ സ്വീകരിച്ചതിൻ്റെ ഫലമായി കമ്പനി എന്നും ലാഭത്തിലെന്നല്ല, ലാഭക്ഷമത കൂടിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അതിൽ എനിക്ക് KSF-ൽ പോകുമ്പോൾ എനിക്ക് മനസ്സിലാക്കാം, ഞാൻ ഒരു ബ്രാഞ്ചിലെ മെമ്പറാണ്, മീൻസ് അങ്ങനെ ഞാനിവിടെ അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇവർക്ക് പഞ്ചിങ് ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം, ഈ സ്റ്റാഫുകൾക്ക്. പക്ഷേ ഒരു പഞ്ചിങ് പോലും ഇല്ലാതെ കൃത്യമായിട്ട് അത് ഓർഗനൈസ് ചെയ്ത് പോകുന്നു. മാത്രമല്ല ഏറ്റവും ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് മെക്കാനിസം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ആരും വെറുതെ ഇരിക്കുന്നില്ല, എല്ലാം ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നു. ഒരു കസ്റ്റമർക്ക് ഏറ്റവും നല്ലൊരു വില കൊടുക്കുന്നു. ഒരു കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. ഇത് കൃത്യമായിട്ട് അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ടോ, ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ഒരു കസ്റ്റമറെ സെർവ് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ഇതിൻ്റെ നിലനിൽപ്പ് ഞങ്ങളുടെയും കൂടി ആവശ്യമാണെന്ന് അവിടുത്തെ ജീവനക്കാരൻ നല്ല ബോധ്യമുള്ളവരാണ്. അപ്പോൾ നേരത്തെ നമ്മൾ സാധാരണ ഒരു ജനറൽ സെയിങ് ഉണ്ടല്ലോ, കസ്റ്റമർ ഈസ് ദ കിങ്. വരുന്ന കസ്റ്റമറാണ് നമ്മുടെ ഈ പ്രോഡക്ട്സിൻ്റെ അല്ലെങ്കിൽ നിലനിർത്തുന്നത് എന്നുള്ള ഒരു ബോധം ഇവിടുത്തെ ജീവനക്കാരനുണ്ട്. കാരണം വേറെ ആരും തരല്ല, നമ്മൾ പ്രവർത്തിച്ച് നമ്മൾ കൊണ്ടുപോകുന്നൊരു സ്ഥാപനമാണെന്നുള്ള ബോധം, വെറും സർക്കാർ സർവീസ് പോലെ. കാരണം പുതിയതായിട്ട് വരുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് KSF-ൽ മാത്രമല്ല, സർക്കാർ മേഖലയിലും അത്ര പഴയതുപോലുള്ള ഈസി അല്ല. എല്ലാം ചിട്ടയായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. കാരണം ഓട്ടോമേഷനൊക്കെ വന്ന അതുകൊണ്ടും നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ഈ ഇതുണ്ടല്ലോ പഞ്ചിങ് നിലവിലുള്ളതൊക്കെ ഉണ്ട്. കുറച്ചുകൂടി ചിട്ടയായിട്ട് സർക്കാർ ജീവനക്കാർ നേരത്തെ ഉള്ള ആക്ഷേപങ്ങളൊക്കെ ഒരുപാട് തീർന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കും കൃത്യമായ റിപ്പോർട്ടുകളും കൃത്യമായ ഫയൽ നീക്കവും എല്ലാം നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് KSF-ൽ മാത്രമാണ് ഇതെന്ന ഉള്ള ഒരു ഇതില്ല.
അപ്പോൾ KSFEയിൽ കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടെ ആൾക്കാർ ചെയ്യാൻ തയ്യാറാകുന്നുണ്ട്. അത് നമ്മുടെ സ്ഥാപനമാണ് എന്നുള്ള ഒരു ബോധത്തോടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും കാരണം. നമ്മൾ തന്നെയാണ് അതിൻ്റെ പ്രോഡക്ട്സ് സെയിൽ ചെയ്യുന്നത് എന്നുള്ളൊരു ഉത്തമ വിശ്വാസം അവർക്കുണ്ട്. അതാണ് സാറേ, നമ്മൾ ഈ സാലറിക്ക് പുറത്ത് അവർക്ക് ബാക്കി എന്തെങ്കിലും ആനുകൂല്യം ഉണ്ടോ? അത് ഞാൻ പറയാമെന്നാണ്. നിങ്ങൾ സാലറിയെക്കുറിച്ച് മാത്രമാണ് നമുക്ക് സ്വാഭാവികമായിട്ട് പുറത്തുള്ള ആൾക്കാർക്കും അതേ അറിയാവും. പക്ഷെ മറ്റ് ചില ആനുകൂല്യങ്ങൾ KSFEയിൽ നൽകുന്നുണ്ട്. ഒരു ആനുകൂല്യം എന്ന് പറയുമ്പോൾ നമുക്ക് ലീവ് സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, സർക്കാർ സർവീസിലുള്ളതായിട്ട് KSR ബാധകമായിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്. അവർക്ക് ഏൺ ലീവ് ഉണ്ട്, ഹാഫ് പേ ലീവ് ഉണ്ട്, ക്യാഷ് ലീവ് നിലവിൽ 20 ഉണ്ട്. നിലവിലുള്ള സർക്കാർ ഹോളിഡേയ്സ് എല്ലാം അവർക്ക് അവധിയാണ്. അതിന് പുറമെ ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ സംഭാവന നൽകുന്ന ഒരു വിഭാഗമാണ് ജീവനക്കാർ. മാനേജ്മെൻറ്റും പിന്നെ ഗവൺമെൻറ്റും ഒക്കെ ഉണ്ടെങ്കിലും അതിലൊരു ജീവനക്കാരുടെ പങ്ക് പരിഗണിച്ചുകൊണ്ട് വർഷാവർഷം കമ്പനിയുടെ ലാഭത്തിൻ്റെ ഒരു വിഹിതം ജീവനക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ഇൻസെൻറ്റീവ് എന്നാണ് പറയുന്നത്, പെർഫോമൻസ് ഇൻസെൻറ്റീവ്. അത് ലിമിറ്റ് വച്ചിട്ടുണ്ട്. അത് അതാത് സമയത്ത് സംഘടനകളുമായി ഡിസ്കസ് ചെയ്ത് അതിന് ലിമിറ്റ് ചെയ്യും. എങ്കിലും ഇപ്പോൾ ഒരു അസിസ്റ്റൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, ഒരു അസിസ്റ്റൻറ്റ് മാനേജറെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 1 മാസത്തെ ശമ്പളം തന്നെ അവർക്ക് ഇൻസെൻറ്റീവായിട്ട് കിട്ടാനുള്ള സാധ്യത ഇന്ന് നിലവിലുണ്ട്. ഞാൻ സർവീസ് വർക്ക് ചെയ്ത 25 വർഷവും അത് കൂടി വന്നിട്ടുള്ളതല്ല, കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇനിയും അപ്പോൾ ഈ കമ്പനി ഇതേ രീതിയിൽ ജീവനക്കാർ ഒരുമയോടെ മാനേജ്മെൻറ്റ് ഇതേ ശ്രദ്ധയോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്കിത് കൊടുക്കാനും കഴിയും, ജീവനക്കാർക്ക് അത് നേടാനും കഴിയും എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. അത് ഒരു ഭാഗം. മറ്റൊരു ഭാഗം എന്ന് പറയുന്നത്, നിങ്ങൾ നേരത്തെ പറഞ്ഞു ഒരു ജൂനിയർ അസിസ്റ്റൻ്റ് കടന്നു വരുമ്പോൾ ആദ്യം ക്യാഷ്യറായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും, ഗോൾഡിൻ്റെ ഭാഗമായിട്ട് ആ പേയ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. ഈ ഗോൾഡിന് വർക്ക് ചെയ്യുന്നവർക്ക് റിസ്ക് അലവൻസ് ഉണ്ട്, പിന്നീട് ക്യാഷ്യർക്ക് റിസ്ക് അലവൻസ് ഉണ്ട്. അതെല്ലാം ഒരു ആനുകൂല്യമാണ്. പിന്നെ കൺവയൻസ് അലവൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? അതിന് പുറമേ ഇവർക്ക് മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് ആനുകൂല്യമുണ്ട്. ഏറ്റവും വലിയ കാരണം മെഡിസപ്പ് അല്ല, മെഡിസപ്പ് KSFEയിൽ ബാധകമാക്കിയിട്ടില്ല. KSFE മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് നേരത്തെ ഗവൺമെൻറ്റിലുണ്ടായിരുന്ന മെഡിക്കൽ റീഇംബേഴ്സ്മെൻ്റ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ചികിത്സയ്ക്ക് ആവശ്യമായിരുന്ന ചിലവ് നമ്മൾ വഹിച്ചിട്ട് അത് KSFEയിൽ നിന്ന്, കമ്പനിയിൽ നിന്ന് അത് ക്ലെയിം ചെയ്യാൻ കഴിയും. അതിന് ചില നിയന്ത്രണങ്ങളുണ്ട്. കാരണം ഇപ്പം ഇത് കമ്പനിയിലെ ഇപ്പം ജീവനക്കാരൻ്റെ ആശ്രിതർക്കും ഉണ്ട് എങ്കിലും ഇപ്പോൾ സ്പൗസ് എംപ്ലോയി ആണെങ്കിൽ അവരുടെ സ്ഥാപനങ്ങളിൽ നിന്ന് ക്ലെയിം ചെയ്യണമെന്ന് ഒരു നിർദ്ദേശമുണ്ട്. കാരണം ഇപ്പോൾ അപ്പോൾ മെഡിസപ്പൊക്കെ ബാധകമായിട്ടുള്ളവരാണെങ്കിൽ അവർക്കിവിടെ ക്ലെയിം ചെയ്യാൻ കഴിയില്ല. പക്ഷേ അച്ഛനമ്മ അവരെ ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ അവർക്ക് ശമ്പളത്തിൻ്റെ അനുസരിച്ചാണ് അവർക്ക് മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ്. അപ്പോൾ ഒരു വലിയ സഹായമാണ്. വലിയ ഓപ്പറേഷനുകൾക്ക് വരെ കമ്പനി ജീവനക്കാർക്ക് അത്തരത്തിൽ സഹായം ചെയ്യുന്ന സാഹചര്യമുണ്ട്. അത് ജീവനക്കാരെ സംബന്ധിച്ചുള്ള ഒരു നേട്ടമാണ്. മറ്റ് എന്ന് പറഞ്ഞാൽ ആനുകൂല്യം എന്ന് പറഞ്ഞാൽ KSFE വിവിധ സ്കീമുകൾ നടത്തുന്നുണ്ട്. ബിസിനസ് സ്കീം, അതിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലെന്ന് തോന്നുന്നു. ചിട്ടി മാത്രമാണ് നമുക്ക് കേട്ട് പരിചയം. പക്ഷേ ഇന്ന് ചിട്ടി എന്നാണ്, ചിട്ടി സ്ഥാപനം എന്നാണ്. പക്ഷേ ചിട്ടി സ്ഥാപനം എന്നുള്ളത് മാറിക്കഴിഞ്ഞു. ഇപ്പം അതർ ലൈൻ ഓഫ് ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് പേഴ്സണൽ ലോൺ കൈകാര്യം ചെയ്യുന്നുണ്ട്, ഗോൾഡ് ലോണുണ്ട്, അതുപോലെ തന്നെ ഹൗസിംഗ് ലോണുണ്ട്, കൺസ്യൂമർ വെഹിക്കിൾ ലോണുണ്ട്. അങ്ങനെ നിരവധി ഇത് ചെയ്യുന്നുണ്ട്. ഇത് കസ്റ്റമേഴ്സിന് ഇത്തരം സേവനങ്ങൾ ചെയ്യുന്ന ജീവനക്കാർക്കും ഇതിൻ്റെ ലോണുകൾ എടുക്കാം. അവർക്ക് ഇതിലെല്ലാം ചെറിയ പലിശ ഇളവ്, അതൊരു ബെനിഫിറ്റിൻ്റെ ഭാഗം. നിങ്ങൾ നേരത്തെ ചോദിച്ച ശമ്പളത്തിന് പുറമേയുള്ള ആനുകൂല്യങ്ങളാണ്. 2-3% വരെ പേഴ്സണൽ ലോണൊക്കെ 3% ആനുകൂല്യം കൊടുത്തിട്ടുണ്ട്. കുറച്ചടച്ചാൽ മതി. മനസ്സിലായി. ജൂനിയർ അസിസ്റ്റന്റ് കയറുന്ന ഒരു കുട്ടിക്ക് സാലറി കിട്ടും, കൃത്യമായിട്ട് HR കിട്ടും, കൃത്യമായിട്ട് DA കിട്ടും. ഓരോ 6 മാസം ഒരിക്കലിൻ്റെ റിവിഷൻ ഉണ്ടാവും. പിന്നെ അതേ കണക്ക് തന്നെ ഹൗസിംഗ് ലോണിലൊരു അലവൻസ് ഉണ്ടാവും, വാഹന ലോണിലൊരു അലവൻസ് ഉണ്ടാവും, മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് ഉണ്ടാവും, പിന്നെ അതേ കണക്ക് തന്നെ റിസ്ക് അലവൻസ് ഉണ്ടാവും. അങ്ങനെ ഇത്രയും ആനുകൂല്യങ്ങൾ നമ്മളെ കൂടാതെ നിലവിലുള്ള സാഹചര്യത്തിൽ 5 വർഷ ശമ്പള പരിഷ്കരണം എന്ന് പറഞ്ഞാൽ പോലെ 5 വർഷത്തിലൊരിക്കൽ എഗ്രിമെൻ്റ് വെച്ച് മാനേജ്മെൻറ്റും സംഘടനകളുമായി എഗ്രിമെൻ്റ് വെച്ച് ശമ്പള പരിഷ്കരണം നടത്തുന്നുണ്ട്. കാലാകാലം റിവിഷൻ നടക്കുന്നു എന്നുള്ള ഒരു വലിയൊരു ഈ ഒരു കാലഘട്ടത്തിൽ ഒരു വലിയൊരു ഇതായിട്ടാണ് ഞാൻ കാണുന്നത്. അത് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ്. ഇവിടെ കടന്നു വരുന്ന ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ആനുകൂല്യങ്ങൾ കുട്ടി കിട്ടാൻ പോവുകയാണ്. ഓക്കെ, അടുത്തൊരു ഡൗട്ട്. അതുകൊണ്ടാണ് KSFEയിലെ സർവീസ് എന്ന് പറഞ്ഞാൽ വളരെ ആകർഷകമാണ്
അത് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നതിന് ഒരു ധനകാര്യ സ്ഥാപനം എന്ന രീതിയിൽ വേറൊരു ഇതുണ്ട്. ഏത് രീതിയിൽ എങ്ങനെ നമ്മുടെ ജീവിതം അത്യാവശ്യങ്ങൾ പരിഹരിക്കാമെന്നുള്ളത് ഇതിനകത്ത് നിന്നുകൊണ്ട് ശ്രദ്ധിച്ചു പോകുന്ന ഒരു ജീവനക്കാരന് കഴിയും. കടബാധ്യതകളിൽ ചെന്നപ്പെടാതെ ചിലർ അങ്ങനെ സ്വഭാവമുള്ളവരുണ്ട്. ബേസിക്കായിട്ട് നമ്മുടെ പൊതുസമൂഹത്തിൽ കാണുന്ന ചിലരൊക്കെ ഉണ്ട്. എങ്കിലും മാന്യമായ അല്ലെങ്കിൽ വളരെ ശ്രദ്ധയോടെ ഒരു സാമ്പത്തിക സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളെന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവർക്ക് എപ്പോഴും ഭദ്രമായ ഒരു ജീവിതം കൊണ്ടുപോകാൻ KSFE സർവീസ് സഹായിക്കും. കാര്യം പുള്ളി കയറുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അപ്പം വ്യക്തിപരമായിട്ടും ആ സാമ്പത്തിക കച്ചവടമൊക്കെ എല്ലാം അവർക്ക് അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കിട്ടും. സാർ, ഈ KSFE കേരള സ്റ്റേറ്റ് ഖജനാവിൽ നിന്ന് ഫണ്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഫണ്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ആനുകൂല്യം? KSFEക്ക് സർക്കാരിൽ നിന്ന് മറ്റു തരത്തിലുള്ള ഫണ്ടുകളൊന്നും ലഭിക്കുന്നില്ല. ആരംഭഘട്ടത്തിൽ അതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഒരു മൂലധനമായിട്ട് നൽകിയിട്ടുള്ള ഒരു 2 ലക്ഷം രൂപ അതിപ്പോൾ 200 കോടിയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് എന്ന് പറയുന്നത് കാലാകാലം ഈ കമ്പനി അങ്ങോട്ട് ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ലാഭവിഹിതം, അതുപോലെ തന്നെ ഗ്യാരണ്ടി കമ്മീഷൻ, അപ്പോൾ ഇങ്ങോട്ട് കിട്ടുന്നില്ലെങ്കിലും അങ്ങോട്ടിന് ഗവൺമെൻറ്റിന് ഈ സ്ഥാപനത്തിൻ്റെ ലാഭവിഹിതം, അതുപോലെ തന്നെ ഗ്യാരണ്ടി കമ്മീഷൻ ഉൾപ്പെടെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. വർഷത്തിൽ 2 തവണ ഗവൺമെൻറ് ധനകാര്യ മന്ത്രിക്ക് KSFEയുടെ ലാഭവിഹിതം കൊടുക്കുന്നതായിട്ട് പത്രത്തിൽ വാർത്തകൾ വരുന്നത് വലിയ ചെക്ക് പോലെ കൊടുക്കുന്നത് അതാണ്. മനസ്സിലായി സാർ. അതേപോലെ KSFE സെൻട്രൽ ഗവൺമെന്റ് അങ്ങോട്ട് എന്തെങ്കിലും ഫണ്ട് കൊടുക്കുന്നുണ്ടോ? KSFE സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കുന്നത് ടാക്സ് ഇനത്തിലാണ്. വലിയൊരു ടാക്സ് കൊടുക്കുന്ന സ്ഥാപനമാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, സെൻട്രൽ ഗവൺമെന്റിന് ഇൻകം ടാക്സ്, GST ഉണ്ട്, ഇൻകം ടാക്സും ഉണ്ട്, GST ചിട്ടിക്ക് GST ഉണ്ട്. അതുപോലെ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് സൂപ്പർ ടാക്സ് കൊടുക്കുന്ന ഒരു സ്ഥാപനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് KSFE. കാരണം ഇത്രയും ലാഭം എല്ലാ വർഷവും കൂടി വരുന്നു, അതനുസരിച്ച് ടാക്സ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് കേന്ദ്ര ഗവൺമെൻറ്റിന്. അപ്പോൾ അങ്ങോട്ട് വരുമാനം KSFEയെ കൊണ്ടുണ്ട്. കേരളത്തിൽ നിന്ന് അങ്ങനെ ഒരു ഇത് കിട്ടുന്നുണ്ട്. തിരിച്ചെന്തെങ്കിലും കിട്ടുന്നുണ്ടോ? തിരിച്ച് കിട്ടുന്നില്ല. മറ്റേ മനസ്സിലായി സാർ. അതേ കണക്ക് തന്നെ ഈ കേരളത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങളിൽ KSFEയുടെ റോൾ എന്താണ് KSFE കേരളത്തിന്റെ സാമ്പത്തിക മേഖല സാമ്പത്തിക മേഖല അതാണ് റോൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് കോൺട്രിബ്യൂഷൻസ് KSFEയുടെ കോൺട്രിബ്യൂഷൻസ് ടു ദ സ്റ്റേറ്റ്? അത് പറയുമ്പോൾ KSFE നേരത്തെ ഞാൻ പറഞ്ഞു ഒരു കേരള ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ കീഴിലുള്ള സ്ഥാപനം എന്ന രീതിയിൽ തന്നെ KSFEയുടെ സപ്പോർട്ട് ഗവൺമെൻറ്റിന് എപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഇതിൽ നമുക്ക് ഇപ്പോൾ ഒരു ചിട്ടി ചെയ്യുന്നു. അപ്പോൾ ചിട്ടി ചെയ്യുമ്പോൾ നമ്മൾ ചിട്ടി സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഉണ്ട്. അത് സർക്കാരിൻ്റെ ഖജനാവിലേക്കാണ് പോകുന്നത്. എങ്ങനെ പോകുന്നു പറഞ്ഞാൽ 1 ലക്ഷം രൂപയുടെ ചിട്ടി ചെയ്യുമ്പോൾ ഉള്ള ചിട്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ 1 ലക്ഷം രൂപ ട്രഷറിയിൽ ഡെപ്പോസിറ്റ് ചെയ്ത് അത് കാണിച്ചാണ് ചെയ്യുന്നത്. ഇപ്പോൾ KSFEയിൽ നിന്നുള്ള ഇൻകത്തിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഗ്യാരണ്ടി കമ്മീഷനും ഡിവിഡൻറ്റും ഒക്കെ പറഞ്ഞുള്ളൂ. പക്ഷേ ഈ ചിട്ടി രജിസ്ട്രേഷൻ, അതിൻ്റെ ബാലൻസ് ഷീറ്റ് ഫയലിങ്, ബഡ്ജറ്റ്, അതിൻ്റെ ഫൈനൽ ബാലൻസ് ഷീറ്റ് ഫയലിങ്, ഇതെല്ലാത്തിനും ഫീസുണ്ട്. ചിട്ടി ആക്ട് അനുസരിച്ചുള്ള ഫീസ് ഈ സർക്കാർ ഖജനാവിലേക്ക് അടയ്ക്കുക ട്രഷറിയിൽ. ആ വഴിക്ക് ഒരുപാട് വരുമാനം കിട്ടുന്നു. പക്ഷേ നിങ്ങൾ ഉദ്ദേശിച്ച ഗവൺമെൻറ്റിന് എന്ത് സംഭാവന, അല്ലെങ്കിൽ കേരളത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് എന്ത് സംഭാവന എന്ന രീതിയിൽ ചോദിച്ചാൽ, ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് സഹായകരമായ രീതിയിൽ ട്രഷറിയിലേക്ക് നിക്ഷേപം വരുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ചിട്ടി ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, 1 ലക്ഷം രൂപയ്ക്കുള്ള ചിട്ടിക്ക് 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റായി ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ശ്രീ തോമസ് ഐസക് മന്ത്രിയായിരുന്ന സമയത്ത് ചിട്ടി ബിസിനസ് 1000 കോടി എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് പദ്ധതി ആവിഷ്കരിച്ച് മുന്നോട്ട് പോയി. അത് അച്ചീവ് ചെയ്തു. എന്ന് പറഞ്ഞാൽ 1000 കോടി രൂപ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് ഒരു തടസ്സവുമില്ലാതെ എടുത്ത് ചെലവഴിക്കാൻ കഴിയുന്നൊരു കാശായിരുന്നു. കാരണം ഇതിന് നിശ്ചിത പീരീഡ് ഉണ്ട്. ചിട്ടി ടെർമിനേറ്റായി എല്ലാവരുടെയും പേയ്മെൻറ്റ് കൊടുത്ത് ഫൈനൽ ചിട്ടി ഓഡിറ്റ് കഴിഞ്ഞാൽ മാത്രമേ ഈ ഡെപ്പോസിറ്റ് പിൻവലിക്കാൻ കഴിയുള്ളൂ. അത്രയും സമയം ഈ ഫണ്ട് ഗവൺമെൻറ്റിന് പലിശയുള്ള അതാണ്. പുറത്തുനിന്ന് വായ്പ എടുക്കുന്നുണ്ടല്ലോ ഗവൺമെൻറ്, അതിനേക്കാൾ കുറഞ്ഞ പലിശയ്ക്ക് ട്രഷറി നിക്ഷേപത്തിന് കിട്ടുന്ന ഒരു തുകയാണ്. അത് നമ്മുടെ സ്റ്റേറ്റിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്.
ഇപ്പോൾ അതുപോലെ നിങ്ങൾ നേരത്തെ പറഞ്ഞ വിദേശ പ്രവാസികളെ സംബന്ധിച്ച് പറഞ്ഞു, പ്രവാസി ചിട്ടികൾ അതിന് ഡിജിറ്റൽ സെൻ്ററുണ്ട്. അവിടെയും ഈ പ്രവാസികളുടെ നിക്ഷേപം ഈ ചിട്ടിയിൽ വരുന്നത് കിഫ്ബിയിലാണ് നിക്ഷേപിക്കുന്നത്. അതുവഴിയും കേരളത്തിൻ്റെ ഇപ്പോൾ കിഫ്ബിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും, വലിയൊരു സ്ഥാപനമാണ്. കേരളത്തിൻ്റെ വികസനത്തിന് വലിയ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം, ബഡ്ജറ്റിന് പുറത്തുള്ള സഹായം നൽകുന്ന ഒരു സ്ഥാപനം എന്ന രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു ചെറിയൊരു സംഭാവന KSFE പ്രവാസി ചിട്ടി വഴി നൽകുന്നുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായി. അതാണ് കേരള സമ്പദ്ഘടനയിൽ ഇടപെടുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി മേഖലയിൽ സ്വാഭാവികമായിട്ടും ഒരു കമ്പനി ആക്ട് അനുസരിച്ചിട്ടുള്ള ഒരു സ്ഥാപനം CSR ഫണ്ടുണ്ട്. അപ്പോൾ അതുവഴിയും അല്ലാതെയും സോഷ്യൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള സ്കീമുകൾ നടപ്പായിക്കൊണ്ട് KSFE കേരള സമ്പദ്ഘടനയിൽ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. പല ഘട്ടങ്ങളിലും ഗവൺമെൻറ് സപ്പോർട്ടായിട്ട് നിൽക്കാൻ ഈ സ്ഥാപനത്തിൽ കോപ്പറേറ്റീവ് സെക്ടർ പോലെ കഴിയുന്ന ഒരു സ്ഥാപനമാണ് KSFE എന്നാണ് മനസ്സിലാക്കുന്നത്. സാർ, KSFEയിൽ സാറിൻ്റെ യാത്ര എങ്ങനെയായിരുന്നു? സാർ കയറിയത് മുതൽ ഇതുവരെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, അത് കുട്ടികൾക്കൊരു ഇൻസ്പിറേഷൻ. യെസ് KSFEയിൽ ഞാൻ ടെസ്റ്റ് എഴുതുന്ന സമയം എനിക്ക് 3 അപ്പോയിൻമെൻറ്റുകളാണ് PSC വഴി കിട്ടുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ആദ്യം കിട്ടിയത് ലോവർ ഡിവിഷൻ ക്ലാർക്കാണ്. LD ക്ലാർക്കിൻ്റെ ലിസ്റ്റിൽ തിരുവനന്തപുരം ജില്ലയിലെ ഡിസ്ട്രിക്റ്റിൽ എഴുതി കിട്ടിയതാണ്. അങ്ങനെ ഞാനത് ആദ്യം സ്വാഭാവികം പ്രതീക്ഷിച്ചിരുന്നു. എനിക്ക് അപ്പോയിൻമെൻറ്റ് വന്നു. ഒരു വിദ്യാഭ്യാസ വകുപ്പിൽ പോസ്റ്റിംഗ് കിട്ടി. ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ചുകൂടി പ്രൊമോഷൻ പ്രോസ്പെക്ട്സ് ഉള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റ് എന്ന പ്രതീക്ഷയോടെ വ്യവസായ വകുപ്പിലേക്ക് ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്ഫർ വാങ്ങി വന്നു. അവിടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സമയത്ത് അതിന് മുമ്പായിട്ട് ഞാൻ KSFEയിലെ ടെസ്റ്റ്, അന്ന് KSFE മാത്രമാണ്, KSFEയിലെ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് അല്ല, KSFE അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ് വിളിച്ച് ടെസ്റ്റ് എഴുതിയിരുന്നു. അവിടെ വന്ന് UD ക്ലാർക്കൊക്കെ ആയി ഞാൻ വർക്ക് ചെയ്യുമ്പോഴാണ്, പ്രൊമോഷൻ നേടി പ്രവർത്തിക്കുമ്പോഴാണ് എനിക്ക് KSFEയിൽ പോസ്റ്റിംഗ് കിട്ടുന്നത്. അത് ഫ്രഷ് പോസ്റ്റിംഗ്. വേറൊരു പോസ്റ്റിംഗ് വന്ന് ഞാനത് ഇത് അന്ന് ഒരു ഇതുണ്ടല്ലോ, നമ്മൾ ബാങ്ക് ടെസ്റ്റുകളൊക്കെ എഴുതുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഒന്ന്. രണ്ടാമത് നമ്മുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ഒരു ജോലി എന്നുള്ള എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരിക്കും. ഇപ്പോൾ LD ക്ലാർക്ക് എഴുതണമെങ്കിൽ SLC ഒന്നും കൊണ്ട് കഴിയില്ല, പക്ഷേ എങ്കിലും SSLC ആണ് എൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഗ്രാജുവേഷനുള്ള ആളിന് സ്വാഭാവികമായിട്ടൊരു ജോലി അതിൽ കിട്ടണമെന്നുള്ള ആഗ്രഹം അങ്ങനെയും ഉണ്ടായിരുന്നു. അപ്പോൾ ബാങ്ക് ടെസ്റ്റ് എഴുതി കിട്ടാതെ ഒരു ധനകാര്യ സ്ഥാപനത്തിലെ പോസ്റ്റിംഗ് എന്ന രീതിയിൽ KSFEയിൽ ഒന്നും അറിയാതെയാണ് കടന്നു വരുന്നത്. ഇപ്പം ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള ഒരു അറിവും നമുക്ക് അന്നില്ല. ഇന്ന് അതുകൊണ്ട് അല്ലെങ്കിൽ പ്രതീക്ഷയുടെ ടെസ്റ്റ് എഴുതുന്നവർ ഈ കാര്യങ്ങൾ അറിയാൻ ഇപ്പോൾ അവസരമുണ്ട്. നമുക്കൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ പോസ്റ്റിംഗ് ഓർഡർ വാങ്ങി റീജിയണൽ ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു മാനേജർ പറയുന്നത് 10 വർഷമാകും നിങ്ങൾ മാനേജരാകും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഒന്നും മനസ്സിലാകുന്നില്ല നമുക്ക്. പക്ഷേ പിൽക്കാലത്ത് നമ്മൾ ഇതിനകത്ത് കടന്നു വന്നു. നിങ്ങൾ പറഞ്ഞതുപോലെ പ്രതീക്ഷയോടെ വന്നു. ജൂനിയർ അസിസ്റ്റൻ്റായിട്ട് കടന്നു വന്നിട്ട് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള പ്രൊമോഷൻ കിട്ടി. സമയാസമയം നമ്മൾ അസിസ്റ്റൻ്റ് മാനേജർ ടെസ്റ്റ് എഴുതി ആ പ്രൊമോഷൻ, അതുപോലെ മാനേജർ പ്രൊമോഷൻ എല്ലാം നേടി. മാന്യമായ ശമ്പളവും എന്ന് പറഞ്ഞാൽ ഇന്ന് സമൂഹത്തിൽ കിട്ടാനില്ല ഏറ്റവും നല്ല ശമ്പളത്തോടു കൂടി സീനിയർ മാനേജറായിട്ട് എനിക്ക് വിരമിക്കുന്നതിനുള്ള അവസരം കിട്ടി എന്നുള്ളത് വളരെ സന്തോഷമായിട്ട് ഞാൻ കാണുന്നു. മനസ്സിലായി. അതായത് സാർ 25 വർഷത്തെ KSFEയിലെ യാത്ര എടുക്കുകയാണെങ്കിൽ സാർ ജൂനിയർ അസിസ്റ്റൻ്റായിട്ട് കയറിയ സാർ സീനിയർ മാനേജറായിട്ടാണ് സാർ റിട്ടയർ ആയത്. സാറിൻ്റെ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആ ഒരു ജോലി സാറിൻ്റെ ലൈഫിൽ എത്രത്തോളം ഒരു അച്ചടക്കം ബാക്കിയെല്ലാം സാറിന് തന്നിട്ടുണ്ട്? കൃത്യമായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ നിന്ന് ജനിച്ച് വളർന്ന ആളാണ്. അപ്പോൾ ഈ സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ചുകൂടി നേരത്തെ പറഞ്ഞു, ഏത് രീതിയിൽ നമുക്കിത് നമ്മുടെ സാമ്പത്തിക ആവശ്യം നിറവേറ്റാൻ കഴിയുമെന്നുള്ളത് ഇവിടെ ഇരുന്നാൽ മനസ്സിലാക്കാം. മനസ്സിലായി. എന്ന് പറഞ്ഞാൽ വലിയ ബാധ്യത വരാതെ, സാധാരണ ഉള്ളവരല്ലേ കടക്കാരൻ ഒരു പ്ലാനിങ് ഇല്ലാതെ പോയാൽ കടക്കാരനായി മാറും. പൈസ നമുക്ക് എവിടെ നിന്നും കിട്ടും, എവിടെ നിന്നും വാങ്ങിച്ച് ചിലവഴിക്കാം. പക്ഷേ KSFEയിൽ വർക്ക് ചെയ്യുമ്പോൾ അതിനുള്ള ശരിയായ ഒരു വഴി അതിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. അതാണ് ഏറ്റവും, അത് ഞാൻ ആ രീതി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ആരോടും ലയബിളാകാതിരിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. KSFEയിൽ നമ്മളിപ്പം ലയബിലിറ്റി വന്നിട്ടുണ്ട്. കാരണം വരിക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹൗസ് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു, വാഹനത്തിന് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം KSFE തന്നതാണ്. അപ്പോൾ നമ്മൾ തിരിച്ചടയ്ക്കുന്നതാണ് ബാധ്യത ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് തിരിച്ചടങ്ങുന്നവരെ ബാധ്യതയായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ആ കമ്പനി എന്നെ സഹായിച്ചിട്ടുണ്ട്.
അപ്പോൾ അതൊന്നും നമുക്ക് പുറത്തു പോയാൽ എത്തരത്തിൽ എളുപ്പത്തിൽ കിട്ടുന്ന കാര്യങ്ങളല്ല എന്നുള്ളത് കമ്പനി ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ്. മനസ്സിലായി സാർ. സാർ അതേപോലെ ഇന്ന് ഈ KSFIയുടെ നിലനിൽപ്പിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടോ? ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നാഷണലൈസ്ഡ് ബാങ്കുകൾ മുഴുവൻ ഒന്നാവുകയാണ്. അതായത് മുമ്പ് ഒരുപാട് നാഷണലൈസ്ഡ് ബാങ്ക് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് അതെല്ലാം മെർജ് ചെയ്ത് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും പ്രതിസന്ധികൾ KSFIക്ക് വരാൻ ചാൻസ് ഉണ്ടോ? നിലവിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പുതിയ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായി ഗവൺമെൻറ് പിന്തുടരുന്ന, പ്രത്യേകിച്ചും കേന്ദ്ര ഗവൺമെൻറ് പിന്തുടരുന്ന നയത്തിൻ്റെ ഭാഗമാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഈ ബാങ്കുകളുടെ മെർജിങ്. വലിയ ചെറിയ ബാങ്കുകളെല്ലാം ലയിപ്പിച്ച് വലിയ ബാങ്കുകളാക്കി ഒന്നുകൂടി പ്രൈവറ്റൈസ് ചെയ്യുന്നതിനുള്ള തുടക്കത്തിൻ്റെ ഭാഗമാണെന്നാണ് മനസ്സിലാകുന്നത്. പക്ഷെ അത്തരത്തിലൊരു പ്രതിസന്ധി KSFിൽ നിലവിലില്ല. കാരണം നമ്മുടെ കേരള സമ്പദ്ഘടനയിൽ KSFിക്കുള്ള സ്വാധീനവും ജനങ്ങളുടെ വിശ്വാസവും ഒരിക്കലും ഗവൺമെൻറ്റിന് അത്തരത്തിലുള്ളൊരു ചിന്തയിലേക്ക് പോകാൻ ഇടവരില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗവൺമെൻറ്റിന് വളരെ സപ്പോർട്ടായി നിൽക്കുന്ന ഒരു സ്ഥാപനം, വരുമാനം കൊടുക്കുന്നത്, അതുപോലെ തൊഴിൽദാതാവാണ്, വലിയൊരു തൊഴിൽദാതാവാണ്. പൊതുമേഖലയിൽ 9,000-ഓളം ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നു. അതിന് പുറമെ ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ചിട്ടിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഏജൻറ്റുമാരുണ്ട്. ഏജൻറ്റുമാരെന്ന് പറഞ്ഞാൽ ചിട്ടി ഏജൻറ്റും ഉണ്ട്, ഡോർ കളക്ഷൻ ഏജൻറ്റും ഉണ്ട്. ചിട്ടിയുടെ മാസ അടയ്ക്കേണ്ട തുക ഡെയിലി പോയി വ്യാപാരികളുടെ നിന്നും കസ്റ്റമേഴ്സിൻ്റെ വീടുകളിൽ പോയി കളക്ട് ചെയ്ത് ഇവിടെ അടയ്ക്കുന്ന, അപ്പോൾ അങ്ങനെ അതിൻ്റെ കമ്മീഷൻ കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഗോൾഡ് ലോണിൻ്റെ അപ്രൈസ് ചെയ്യുന്ന 684 ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ 684 അപ്രൈസർമാരും ഉണ്ട്. എല്ലാ ബ്രാഞ്ചിലും ഗോൾഡ് ബിസിനസ് നടത്തുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ വലിയൊരു വിഭാഗം ആശ്രയിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതുപോലെ തന്നെ ഇത്രയും ജനങ്ങൾ ആശ്രയിക്കുന്ന സ്ഥാപനമാണ്. ഇതിനെ അങ്ങനെ പെട്ടെന്ന് തകർത്ത് കളയാനോ കഴിയുന്നതല്ല. അത് ജീവനക്കാരുടെ ഒരു ജാഗ്രതയും ഇത് കൈകാര്യം ചെയ്യുന്ന മാനേജ്മെൻറ്റിൻ്റെയൊക്കെ ഒരു ജാഗ്രതയൊക്കെ ഉള്ളത് കൊണ്ട് അത് നീണ്ടുപോകാൻ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ തരണം ചെയ്തു പോകാൻ കഴിയുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ വേറെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പൊതുവേ വരുന്ന തരത്തിലുള്ള അഴിമതി പോലുള്ള ഇത് KSFയെ സംബന്ധിച്ചിടത്തോളം എന്ന് വരെ കേട്ടിട്ടില്ല. അത് വലിയൊരു ഈ നിലനിൽപ്പിന് തീർച്ചയായിട്ടും ഇത് തരണം ചെയ്യുന്നതിന് സർവൈവ് ചെയ്ത് പോകാൻ ഈ സ്ഥാപനത്തിന് വളരെയധികം ആക്ഷേപങ്ങളില്ലല്ലോ. ആക്ഷേപങ്ങൾ കടന്നു വരുമ്പോഴാണ് ആ സ്ഥാപനം വേണോ എന്നൊക്കെ ചിന്താഗതിയിലേക്ക് ഗവൺമെൻറ്റുകളെയും സമൂഹത്തെയൊക്കെ നമ്മുടെ ചില പൊതുമേഖലാ സ്ഥാപനങ്ങൾ വേണോ എന്ന് ചിന്തിക്കുന്ന രീതിയിൽ ഒരു ഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതുപോലെ ഒരിക്കൽ വന്നിട്ടില്ല KSF. പിന്നെ എൻ്റെ സർവീസ് പീരീഡിൽ ഒരു ഘട്ടത്തിൽ 2003-04 ആണെന്നാണ് ഓർമ്മ, അന്ന് മാനേജിംഗ് ഡയറക്ടർ ആയിരുന്ന ഒരാൾ ഇങ്ങനെ ഒരിക്കൽ ഒരു പ്രഖ്യാപനം നടത്തി, ബിസിനസ് മുമ്പോട്ട് പോകാൻ കഴിയില്ല, സ്ഥാപനം 2003 ആകുമ്പോൾ പൂട്ടിപ്പോകും എന്നുള്ള രീതിയിലുള്ള, അത് കാഴ്ചപ്പാടില്ലാത്തതിൻ്റെ ഭാഗമാണ്, വിഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ സ്ഥാപനത്തിൻ്റെ സ്ഥാപനത്തിന് ഒരു വിഷനുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, ഈ ജനങ്ങളെ അവർക്ക് ആവശ്യമായ നല്ല സർവീസും സംരക്ഷണവും സാങ്കേതിക ജ്ഞാനത്തിൻ്റെ സഹായവും ഒക്കെ എത്തിക്കുക എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം അതേ രീതിയിൽ ഉയർന്നു വന്നപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ലാഭക്ഷമത കൂടുകയാണ് ചെയ്തത്. അപ്പോൾ അന്ന് പറഞ്ഞ അല്ലെങ്കിൽ അത് തെറ്റായ സമീപനമായിരുന്നു. അത് തിരുത്തി കൊണ്ടുവരാൻ ജീവനക്കാർക്കും തുറന്നു വന്ന മാനേജ്മെൻറ്റുകൾ സാധിച്ചു എന്നുള്ളതാണ്. അത് ഗവൺമെൻറ്റുകളുടെ ഒരു വലിയ ഇടപെടലുണ്ട് അതിൽ. അത് കൈകാര്യം ചെയ്യുന്ന ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ ഇടപെടലിന് ഒരു വലിയ ഇതുണ്ട്. അതാണ് ഞാൻ നേരത്തെ തോമസ് ഐസക്കിനെ സംബന്ധിച്ചെടുത്ത് എനിക്കൊന്ന് തോമസ് ഐസക് സാർ കയറിയതിനു ശേഷമാണ് ഈ KSFയുടെ മുഖച്ഛായ തന്നെ തീർച്ചയായും പഴയ ആ ഒരു പഴഞ്ചൻ ബ്രാഞ്ചുകളിൽ നിന്ന് നമ്മളിന്ന് KSF പോകുമ്പോൾ ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തെ വെല്ലുന്ന രീതിയിൽ KSF മാറിയിട്ടുണ്ട്. അതിൽ ആ ഗവൺമെന്റ് ഒരു വിഷണറി തീർച്ചയായിട്ടും വലുതാണ് മാറ്റിക്കൊണ്ടുവന്നതിൽ. അത് ആ മുഖച്ഛായ മാറി എന്ന് പറയുമ്പോൾ നിങ്ങൾ കാണേണ്ടത് നമ്മുടെ ഇടപാടുകാരെ കൂടുതൽ ആകർഷിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം ഇവിടുത്തെ ജീവനക്കാരൻ്റെ ആരോഗ്യപരവും മാനസികവുമായിട്ടുള്ള ഒരു ഉയർച്ചയ്ക്കും കൂടി ഇടയായി. നല്ല അന്തരീക്ഷം എല്ലാ ബ്രാഞ്ചിലും AC മോഡർണൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം നല്ലൊരു ശതമാനം ബ്രാഞ്ചുകളും ആയെന്നാണ് എനിക്കും 90% ആയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ കയറി ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു ലോഗോ ആയാലും ആ സ്ഥാപനത്തിൻ്റെ ആംബിയൻസ് ആയാലും വളരെയധികം അട്രാക്റ്റീവായി ബാങ്കിങ് സ്ഥാപനങ്ങളെ പോലെ ചിലപ്പോൾ ചില ബാങ്കുകളൊക്കെ ഇപ്പം ചെന്ന് കാണുമ്പോൾ അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് സംബന്ധിച്ചത്. സാർ, എന്തെങ്കിലും KSF പ്രൈവറ്റൈസ് ചെയ്യാൻ സാധ്യത ഉണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുപോലെ തന്നെയാണ്. അതിനുള്ള സാധ്യത ഇല്ലെന്ന് തന്നെ പറയാം. കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവത്തിന് അല്ലെങ്കിൽ നമ്മുടെ പൊതുമേഖലയോടുള്ള ഒരു പ്രത്യേക പരിഗണന ഉള്ളത് കൊണ്ട് തന്നെ അതിനുള്ള സാധ്യത വളരെ വിരളമാണ് എന്നുള്ളതാണ്
എൻ്റെ ഒരു കാഴ്ച. മനസ്സിലായി സർ. കഴിഞ്ഞ അത് നിലവിലുള്ള കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 1 ഗ്രേഡ് 2 കൂടെ ചേർത്തിട്ട് ഏതാണ്ട് ഒരു 3500 to 4000 നിയമനങ്ങളൊക്കെയാണ് നടക്കാൻ പോകുന്നത്. ഇപ്പം ഈ വരുന്ന പുതിയ ലിസ്റ്റിനകത്തും KSF-ൽ ഇത്രത്തോളം ആൾക്കാർ എടുക്കാനുള്ള ഒരു സാധ്യത പറഞ്ഞാൽ 4000 മീൻസ് ഈ എല്ലാം കൂടെ ചേർത്താണ് പറയുന്നത്. പക്ഷേ KSF-ൽ അതിന്റെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 1-ന്റെ ഒരു പകുതി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് KSF ആണ്. അപ്പം അത്രത്തോളം നിയമനങ്ങൾ ഇപ്പോഴും നടക്കാൻ സാധ്യതയുണ്ട് പുതിയ വരാൻ പോകുന്ന ലിസ്റ്റിനകത്ത്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 5000-ഓളം ജീവനക്കാർ KSF-ൽ കടന്നു വന്നിട്ടുണ്ടെന്ന്. പുതുതായിട്ട് വന്നിട്ടുണ്ട്. അതിന് ഒരു ഘടകം റിട്ടയർമെന്റ് വരാം. പുതിയ പുതിയ ബ്രാഞ്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. 200-ഓളം പേര് വർഷം റിട്ടയർ ചെയ്ത് പോകുന്നൊരു സാഹചര്യം കഴിഞ്ഞൊരു 5 വർഷത്തോളമായിട്ടുണ്ട്. മനസ്സിലായി. അപ്പോഴത് ആ രീതിയിൽ വരും. പിന്നെ ബിസിനസ് എക്സ്പാൻഷൻ, അതിൻ്റെ ഭാഗമായി ബ്രാഞ്ചുകൾ വർദ്ധിക്കുന്നു. അപ്പോൾ എല്ലാ പഞ്ചായത്തിലും ഒരു ബ്രാഞ്ച് എന്നുള്ള കാഴ്ചപ്പാടാണ് സ്ഥാപനത്തിനുള്ളത്. അപ്പോഴത് ഇനിയും എത്താനുണ്ട്. ആ ലക്ഷ്യം എത്തിയിട്ടില്ല. ഒന്ന്. രണ്ടാമത് 1,00,000 കോടി ബിസിനസ് ടേൺ ഓവർ ആകാനുള്ള ഒരു ആക്കുന്നതിനുള്ള ഒരു പ്രവർത്തനം. അപ്പോഴൊക്കെ കൂടുതൽ ബിസിനസ് എക്സ്പാൻഷൻ വന്നു, ബ്രാഞ്ചുകൾ വന്നു. ഇനിയിപ്പോൾ കഴിഞ്ഞ ഇതിൻ്റെ 1 കോടി എക്സ്പാൻഷൻ നടക്കുന്ന അല്ലെങ്കിൽ ആയതിൻ്റെ ആഘോഷം നടക്കുന്ന വേളയിൽ ചെയർമാൻ അന്ന് പ്രഖ്യാപിച്ചത് ഇനി 1 കോടി കസ്റ്റമേഴ്സ് ലക്ഷ്യം. അതെന്ന് പറഞ്ഞാൽ വലിയൊരു വിഷനാണ്. കാരണം ഇന്ന് 59 ലക്ഷത്തോളം ചിട്ടിയും അതുപോലെ തന്നെ ഗോൾഡ് ലോൺ, മറ്റ് ലോണുകൾ എല്ലാം കൂടെ നമ്മുടെ കസ്റ്റമേഴ്സ് ആയിട്ടുണ്ട്. അത് 1 കോടിയിലേക്ക് എത്തിക്കുക. അപ്പോൾ ബ്രാഞ്ചുകൾ എക്സ്പാൻഷനും വരും. അതുപോലെ തന്നെ കൂടുതൽ വളരുന്നതനുസരിച്ച് പോസ്റ്റിങ്ങുകൾ വരും. ആ നിയമനങ്ങൾ അത് വരുമ്പോൾ അതിനുള്ള സാധ്യത കൂടി വരികയാണ്. അതായത് നമ്മളിപ്പോൾ നോക്കുമ്പോൾ സാർ, ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന ബിൽഡിങ്ങിൽ തന്നെ KSF-ന്റെ പുതിയ ഈവനിങ് ബ്രാഞ്ച് വന്നാൽ നമ്മളിപ്പം ഞാൻ ഇവിടെ ഇപ്പോൾ ഈ ഒരു 1 കിലോമീറ്റർ അല്ലെങ്കിൽ 2 കിലോമീറ്റർ റേഡിയസ് എടുത്താൽ പോലും നമുക്കൊരു 3-4 KSF ബ്രാഞ്ചുകൾ നമുക്ക് കാണാൻ പറ്റും. അത്രത്തോളം വലുതായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ PSCയുടെ പുതിയ എക്സാം കലണ്ടർ വന്നിട്ടുണ്ട്. ഇപ്പോൾ പിള്ളേർ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. എക്സാം ഡേറ്റ് വന്നു. മെയിൽ പ്രിലിംസ് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. എങ്ങനെയായിരിക്കണം സാറിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു കുട്ടിയുടെ പ്രിപ്പറേഷൻ? കാര്യം സാറ് പ്രിപ്പയർ ചെയ്ത് കയറിയ ആളാണ്. സാറിൻ്റെ മക്കളുടെ പ്രിപ്പറേഷൻ സാറ് കണ്ടിട്ടുണ്ട്. അവരിന്ന് അതിലൊരാൾ സർവീസിലിരിക്കുന്നു. മാത്രമല്ല സാറിൻ്റെ കാലയളവിൽ ഒരുപാട് പേര് പുതിയ കുട്ടികൾ KSF-ലേക്ക് വന്നിട്ടുണ്ട്. എങ്ങനെയായിരിക്കണം അവരുടെ പ്രിപ്പറേഷൻ? ഈ പൊതുവെ ടെസ്റ്റ് എഴുതുന്ന കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആദ്യം ഇവരോട് പറയാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എത്ര പോസ്റ്റ് ഉണ്ട് എന്ന രീതിയിൽ വേക്കൻസി അനുസരിച്ച് മാത്രം പഠിക്കരുത്. ഒരു പോസ്റ്റ് ആയാലും അത് വളരെ ഗൗരവത്തോടെ പഠിക്കണം. ആ ഒരു പോസ്റ്റ് എനിക്കായിരിക്കും എന്ന രീതിയിലായിരിക്കണം നിങ്ങളവിടെ പ്രിപ്പറേഷൻ. ആ രീതിയിലായിരിക്കണം. അല്ലാതെ ഈ എന്തെങ്കിലുമൊക്കെ ഉള്ള നെഗറ്റീവ്സ് മാത്രം എടുത്തുകൊണ്ട്, കാരണം നമ്മുടെ ഭരണഘടനയ്ക്കനുസരിച്ചും സാമൂഹ്യ വ്യവസ്ഥയ്ക്കനുസരിച്ചും മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ നിലവിലുള്ള സാഹചര്യത്തിൽ. അപ്പോൾ സംവരണവും മറ്റു കാര്യങ്ങളെല്ലാം വരും. അപ്പോൾ ഒരു ഘട്ടത്തിൽ ചില ആൾക്കാർ ഇങ്ങനെ ഒരു നമുക്കിതൊന്നും കിട്ടില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി അങ്ങനെ ഒരിക്കലും പോകരുത്. നിരാശപ്പെടേണ്ടവരല്ല ചെറുപ്പക്കാർ. അവർ പ്രതീക്ഷയോടുകൂടി തന്നെ എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. നിങ്ങൾ ഒരു ടെസ്റ്റ് അപ്ലൈ ചെയ്തത് മുതൽ പഠിച്ചു തുടങ്ങണമെന്നോ, അല്ലാതെ ടെസ്റ്റിൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചു. ഇപ്പോൾ ആണെങ്കിൽ ഞങ്ങളെ കാലത്ത് ടെസ്റ്റ് അപ്ലൈ ചെയ്ത് 2, 3, 4 വർഷം കഴിഞ്ഞിട്ടാണ് എന്നാണ് ടെസ്റ്റ് നടക്കുന്നത് അറിയണത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പം ഏകദേശം നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ പരീക്ഷാ കലണ്ടറുകൾ അതോടൊപ്പം തന്നെ വരുന്നുണ്ട്. അപ്പോൾ ടെസ്റ്റ് അപ്ലൈ ചെയ്ത് ആദ്യം പ്രാഥമികമായി അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ടെസ്റ്റ് എന്നായിരിക്കും അതനുസരിച്ച് പഠിക്കുക. പിന്നെ പഠനം എന്ന് പറയുന്നത് എല്ലാവരും പഠിക്കുന്നവരാണ്. ഞങ്ങളുടെ കാലത്ത് പരീക്ഷ എഴുതാൻ ഒരുപാട് പേര് പോകും. ജോലി കിട്ടിയില്ല എന്നുള്ള പരാതി പറയുന്നത് പരീക്ഷ എഴുതാൻ എല്ലാവരും പോകും. പക്ഷേ 10% താഴെ ആൾക്കാർ മാത്രമേ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ആയി പോകുന്നുള്ളൂ. ഇപ്പോഴങ്ങനെയല്ലെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. സാർ, ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 1-ന് ഈ 3,95,000 ആൾക്കാർ അപ്ലൈ ചെയ്തു. ഇതിനകത്ത് ഇപ്പോഴും സാറേ ഒരു 39,000 ആൾക്കാർ മാത്രമേ പഠിക്കുന്നവരുള്ളൂ. ബാക്കിയുള്ളവർ ഓക്കെ നമുക്ക് വരുന്നു, അപ്ലൈ ചെയ്യാൻ കുഴപ്പമില്ല, നമ്മൾ പോയി ഭാഗ്യം പരീക്ഷിക്കുക, ചിലപ്പോൾ കറക്റ്റ് കുത്തി ശരിയായാലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോകുന്നവരുണ്ട്. പക്ഷേ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുടെ ഇപ്പോഴും കുറവാണ്. ഇപ്പം എല്ലാവരും പഴയ കാലത്തേക്കാൾ ഇപ്പോഴും ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ, നിങ്ങളേതുൾപ്പെടെയുള്ള നിരവധി ഇൻസ്റ്റിറ്റ്യൂഷനുകൾ അത് ഈ പഠനാർത്ഥികൾക്ക്, പരീക്ഷാർത്ഥികൾക്ക് സഹായകരമായ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. മുമ്പ് അതിനുള്ള അവസരമൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ അവർക്ക് നമ്മൾ സ്വയം കണ്ടെത്തി പഠിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. ഇത്രയും സ്ഥാപനങ്ങളുണ്ട്, എല്ലായിടവും പഠിതാക്കളുണ്ട്. അപ്പോൾ ഇവരെല്ലാം മത്സരിച്ച് പഠിക്കുന്നുണ്ട്. അവരെ പ്രതീക്ഷയോടുകൂടി പഠിക്കുക, പ്രതീക്ഷയോടുകൂടി തന്നെ പോവുക. ആരും നിരാശപ്പെടേണ്ട. നമ്മൾ ഉള്ള
അവസരങ്ങൾ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുക, അതെനിക്കായിരിക്കും, ഞാൻ നേടിയിരിക്കും എന്നുള്ള ഒരു മനോഭാവം, ഒരിക്കലും നിരാശയോടുകൂടി മുന്നോട്ട് പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ലിസ്റ്റിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ പല ലിസ്റ്റിൽ വന്നു, പക്ഷേ എനിക്ക് 3 ലിസ്റ്റിലാണ് നിയമനം കിട്ടിയത്, അപ്പോയിൻമെൻ്റ് ഓർഡർ PSC നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ വേറെ ലിസ്റ്റിലൊക്കെ വന്നിട്ട് എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിട്ട് കാര്യമില്ല. ചിലപ്പോൾ പ്രതീക്ഷകൾക്കൊത്ത് വരണമെന്നില്ല, കിട്ടുന്നത് ഏതായാലും ആദ്യം സംതൃപ്തിയോടെ നേടുകയും ഉയർച്ചയ്ക്കായിട്ടുള്ള പ്രവർത്തനം നിരന്തരം തുടർന്നുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് അവരോട് എനിക്ക് പറയാനുള്ളത്. സാർ 2 ക്വസ്റ്റ്യൻസ് ആണ് സാർ. ഒന്ന്, ഈ പല കുട്ടികളുടെയും ഡൗട്ടാണ്. ഒന്ന്, KSFE ഒരു സർക്കാർ ജോലിയാണ് കയറുന്നത്, എന്താണ് സാറിന്? സർക്കാർ ജോലിയല്ല. സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ KSRM അതിൻ്റെ സർവീസ് റൂൾ എല്ലാം സർക്കാരുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇത് പൊതുമേഖലാ സ്ഥാപനമാണ്. പൊതുമേഖലാ സ്ഥാപനത്തിൻ്റേതായിട്ടുള്ള നിയന്ത്രണങ്ങളും മറ്റു കാര്യങ്ങളുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് ഈ സ്ഥാപനത്തിന് ഒരു രൂപ എടുക്കുന്നില്ല. അപ്പോൾ സർക്കാർ, നമ്മൾ പറയില്ലേ, മഴ വന്നാലും എന്തു വന്നാലും സർക്കാർ ജീവനക്കാർ ട്രഷറിയിൽ പൈസ ഉള്ളിടത്തോളം ഇതൊന്നും തടസ്സം വരില്ല. KSFEയിൽ നിലവിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രശ്നമില്ല, പക്ഷേ ബിസിനസ്സിലെയോ മറ്റു തരത്തിലോ ഏതെങ്കിലും പിന്നോട്ടടി വന്നു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൻ്റെ എല്ലാ പ്രവർത്തനത്തിനെയും ബാധിക്കും. മനസ്സിലായി? അപ്പോൾ പൊതുമേഖലാ സ്ഥാപനമാണ്, ഉത്തരവാദിത്വം വേറെ രീതിയിലാണ് ജീവനക്കാർക്ക് അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാർക്കും മാനേജ്മെൻറ്റിനൊക്കെ വരുന്നത്. അത് സംരക്ഷിക്കേണ്ട ബാധ്യത അവർക്കാണ് ഏറ്റവും കൂടുതലുള്ളത് എന്നുള്ളതാണ് നമ്മുടെ പൊതുവിലുള്ള കാര്യം. മനസ്സിലായി സാർ. രണ്ടാമതും സാർ, ഈ പെൻഷൻ എന്നൊരു ഫാക്ടർ KSFEയിൽ വരുന്നില്ല. എനിക്ക് തോന്നുന്നു മുമ്പ് സാറിൻ്റെ, അതായത് സാറിന് PF പെൻഷൻ അല്ല പെൻഷൻ പ്രൊവിഡന്റ് ഫണ്ട് പെൻഷൻ വരുന്നുണ്ട് എന്നാണ്, EPF പെൻഷൻ വരുന്നുണ്ട്, പക്ഷേ നിലവിൽ EPF പെൻഷനും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇത് KSFE മാനേജ്മെന്റ് പുതിയ പെൻഷൻ സ്കീം കൊണ്ടുവരാനായിട്ട് അവർ ആലോചിക്കുന്നുണ്ടോ? എന്തായിരിക്കും ആ രീതിക്ക് അത് വരാൻ പോകുന്നത്? ഈ പെൻഷനെ സംബന്ധിച്ച് വളരെ കാലം ഞങ്ങൾ കയറിയ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളോട് അപ്പോയിൻമെൻറ്റ് വാങ്ങിച്ച് സ്റ്റേറ്റ് സർവീസിൽ നിന്നാണ് ഞാൻ വന്നെന്ന് പറഞ്ഞു. അവിടെ പെൻഷൻ ഉണ്ടായിരുന്നു, സർവീസിനനുസരിച്ചുള്ള പെൻഷന് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇവിടെ വന്നപ്പോഴാണ്, ഇവിടെ വരുന്നവരെയും പെൻഷൻ ഇല്ല എന്നുള്ള അറിഞ്ഞൂടാ. ഇവിടെ വന്നൊരു ഘട്ടം കഴിയുമ്പോൾ നമ്മളാണ് ഞങ്ങൾ വരുന്ന ആ ബാച്ചിലുള്ളവർ 97 വന്ന ലിസ്റ്റിൽ വരുന്നവർ ബഹുഭൂരിപക്ഷവും സർക്കാർ സർവീസിൽ വിവിധ പോസ്റ്റുകളിൽ ഇരുന്നവരാണ്. അതും പോലീസിലൊക്കെ 10-12 വർഷം സർവീസുള്ളവർ വരെ അത് കളഞ്ഞിട്ട് PSC അല്ല KSFEയിൽ വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും പലർക്കും ഇതിനെക്കുറിച്ച് അറിഞ്ഞൂടാ. പിന്നീട് നമ്മളാണ് ഈ പെൻഷൻ സർവീസിൽ ഇരുന്നിട്ട് വന്നവരായിട്ടാണ് നമ്മളിതിനെക്കുറിച്ച് ഉത്കണ്ഠയും ചർച്ചകളും സംഘടനകളിലും സ്ഥാപനത്തിലുമൊക്കെ കൊണ്ടുവരുന്നത്. പക്ഷേ അതൊന്നും ഫലപ്രദമായ രീതിയിൽ ഒരിക്കലും എത്തിയില്ല. പിന്നീട് EPF പെൻഷൻ്റെ ആയി ബന്ധപ്പെട്ട് നമ്മൾ ചില ഇടപെടലുകൾ, കോടതി വ്യവഹാരങ്ങൾ ഒക്കെ നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ EPF പെൻഷൻ EPS 95 ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്നതിനുള്ള അതിൽ കമ്പനി ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഒരു നിയന്ത്രണം EPF കൊണ്ടുവന്നു. 2014 ശേഷം സർവീസിൽ കയറിയവർക്ക് അത് നിയന്ത്രണം കൊണ്ടുവന്നു. കാരണം അവരുടെ ഫണ്ട് ബാലൻസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു ഇതുകൊണ്ട് അമെൻമെൻറ്റ് വരുത്തി ആ രീതിയിൽ അത് മാറ്റുകയാണ് ചെയ്തത്. അപ്പോഴിപ്പം 14 മുമ്പ് സർവീസ് കയറിയവർക്കെല്ലാം ഈ പെൻഷൻ പദ്ധതിയുണ്ട്. അപ്പോൾ പുതിയ അതായി 14 ശേഷം സർവീസ് കയറിയവരെ സംബന്ധിച്ച് മാനേജ്മെൻറ്റ് ചില ഇടപെടലൊക്കെ നടത്തിയിരുന്നു. പക്ഷെ അതൊന്നും ഫലപ്രദമായില്ല. അത് നിലവിലുള്ള ജീവനക്കാരും അവരുടെ സംഘടനകളും മാനേജ്മെൻറ്റും ഒക്കെ ആലോചിച്ച് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു പെൻഷൻ ഒരു അനിവാര്യ ഘടകമാണ്. അപ്പോൾ ഞങ്ങളൊക്കെ 2000-3000 രൂപ പെൻഷനിൽ നിന്നാണ് അതിൻ്റെ 10 ഇരട്ടി 30,000-വും അതിൽ കൂടുതലൊക്കെ പെൻഷൻ വാങ്ങുന്ന ഒരു സാഹചര്യം വന്നത് EPF പെൻഷൻ്റെ ബെനിഫിറ്റ് കിട്ടിയപ്പോൾ. അപ്പോൾ അത് അനിവാര്യമാണ്. അപ്പോൾ അത് ജീവനക്കാർ അതിൻ്റെ ഗൗരവം എന്താണെന്ന് കണ്ടുകൊണ്ട് തന്നെ ഇടപെടൽ നടത്തി അത് സാധിക്കാനുള്ള ഏത് രീതിയിൽ ഇപ്പോൾ നമുക്ക് കോൺട്രിബ്യൂട്ടറി പെൻഷനുകളാണ് കൂടുതലുള്ള സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും പലതരത്തിലുള്ള സ്കീമുകളുണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ് പഴയ രീതിയിലേക്ക് പോകാൻ കഴിയുമെന്നുള്ള ചർച്ചകളൊക്കെ പലതവണ നടന്നെങ്കിലും ഇതുവരെയും അതൊരു യാഥാർത്ഥ്യമായിട്ടില്ല. സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്ക് എത്തിയിട്ടില്ല. അപ്പോഴത് വേറെ ചില പ്രപ്പോസലുകൾ ഇപ്പോൾ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ KSFE പോലുള്ള സ്ഥാപനങ്ങൾ അതെങ്ങനെ അതിൽ ഉൾപ്പെടുവാനുള്ള സാധ്യതയില്ല. നേരത്തെ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ് സർവീസും ഈ കമ്പനി ബോർഡ് കോർപ്പറേഷനുകളും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ റൂൾസാണ് അവിടെ നിലനിൽക്കുന്നതുകൊണ്ട് ഇത് സാധിക്കില്ല. അപ്പോൾ KSFEയിലെ ആൾക്കാർ പ്രത്യേകമായി അവർക്ക് പെൻഷൻ സാധ്യത കണ്ടെത്തുക എന്നുള്ളതാണ്. മാത്രമല്ല സാർ, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ സാർ, ഇപ്പം ഇത്രയും നല്ല സാലറി ഉണ്ട്, ഇതിനകത്ത് മാസം നമ്മൾ ഒരു ചെറിയൊരു എമൗണ്ട് നമ്മൾ ബാക്കി ഒന്നിൽ NPS ബാക്കി കോൺട്രിബ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇതിനേക്കാളും കൂടുതൽ പെൻഷൻ കിട്ടാനുള്ള ചാൻസ് നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പം അത് വലുതായിട്ട് ബാധിക്കത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം. മാത്രമല്ല അടുത്ത് വരുന്ന ഗവൺമെൻറ് എന്തായാലും നല്ലൊരു തീരുമാനമെടുക്കും. മീൻസ് ഇപ്പോഴുള്ള ഗവൺമെൻറ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അടുത്ത് വരുന്ന ഒരു സീരിയസ് ആയിട്ടൊരു ചർച്ചകളും ബാക്കിയെല്ലാം നല്ലൊരു തീരുമാനം എടുക്കുന്നതാണ് എൻ്റെ ഈ വിശ്വാസം.
പിന്നെ അടുത്ത സാർ, എനിക്ക് KSIF കുറിച്ച് പറയാനുള്ള അല്ലെങ്കിൽ അറിയാനുള്ള മറ്റൊരു ആഗ്രഹം, ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഒരുപാട് പേരുടെ ലൈഫിൽ വെളിച്ചം കാണിക്കാൻ തീർച്ചയായിട്ടും KSIFക്ക് പറ്റി. കാര്യം സാമ്പത്തികമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായിട്ട് വരുന്നത്. ചിലപ്പോൾ ഒരു വ്യവസായ സ്ഥാപനം അവരുടെ ലൈഫിൽ ഏറ്റവും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും, വ്യക്തിപരമായിട്ട് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. സാറിൻ്റെ എക്സ്പീരിയൻസിൽ അങ്ങനെ എന്തെങ്കിലും സാറിനുണ്ടോ? KSIF ഒരാളുടെ വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ഥാപനം അങ്ങനെ ആരിലെ ഈ ഒരു ധനകാര്യ സ്ഥാപനം എന്ന രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ജീവനക്കാരന് ഇത് അവിടെ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ഉള്ള ഇടപെടൽ, സമീപനം. ഞാൻ ഈ അടുത്ത് ഈ കസ്റ്റമർ മീറ്റ് ബ്രാഞ്ചുകളിൽ വെച്ച് തന്നെ പോയപ്പോൾ നമ്മുടെ കുട്ടികളെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ അവിടെ വന്ന കസ്റ്റമേഴ്സ് പറയുന്നു. ഒരു ലേഡി അവിടെ എഴിച്ചു എന്ന് പറയുന്നത്, എൻ്റെ വീടുണ്ടാക്കിയത്, കുട്ടികളുടെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ കല്യാണം, ഇതെല്ലാം നടത്താൻ എനിക്ക് സഹായം. അത് അങ്ങനെ അനുഭവമുള്ള ഒരുപാട് പേരുണ്ട്. പണ്ട് ഇതൊരു സർക്കാർ ജീവനക്കാരുടെയോ ഇടത്തര വരുമാനക്കാരുടെ മാത്രം ഒരു സ്ഥാപനമായി കണ്ടിരുന്ന, ഒരു തരത്തിൽ KSIF എന്ന് തന്നെ ഇവിടെ പറയുന്നത് KFC എന്നാണ് പറഞ്ഞിരുന്നത്. കാരണം KSIF എന്ന് പോലും പലർക്കും പറഞ്ഞുകൂടാ. ബ്ലൈഡ് കമ്പനി എന്ന് പറഞ്ഞിരുന്നു. അവിടെ നിന്നൊക്കെയാണ് നമ്മുടെ ഈ വളർച്ചയുടെ ഈ ഘട്ടം. അവിടെ നിന്നെത്തി. അത് ഞാൻ നേരത്തെ പറഞ്ഞ കസ്റ്റമേഴ്സിലുള്ള വിശ്വാസമാണ്. ഒരുപാട് ആൾക്കാർ, ബിസിനസ്സുകാർ ഇപ്പം വലിയ ഈ ബിസിനസ് വ്യാപനം വന്നതോടുകൂടി അവർക്ക് ആവശ്യമായ അവരുടെ ആവശ്യം എന്ത് എന്ന് കണ്ട് ആശ്രയിക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ് KSIF മാറിയതാണ് അതിൻ്റെ ഒരു. നമുക്ക് ജീവനക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ഇടപാടുകാരൻ നമ്മുടെ അടുത്ത് സമീപിക്കുമ്പോൾ അയാളുടെ ആവശ്യം എന്ത് എന്ന് നമ്മൾ സാധാരണ ഒരു സർക്കാർ ആവശ്യമാണ്, നേരത്തെ പറഞ്ഞതിലുള്ള വ്യത്യാസം. സർക്കാർ സ്ഥാപനത്തിലുള്ളതുപോലെ നമുക്ക് പെരുമാറാൻ കഴിയില്ല. അവരോട് അവരുടെ ആവശ്യം എന്താണെന്ന് കണ്ടറിഞ്ഞ്, ചിലപ്പോൾ ഒരു ലോൺ എടുക്കാനായിരിക്കും ഒരാൾ വരുന്നത്. KSIF സംബന്ധിച്ചോളം നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ട്, ചിട്ടി. ആ ചിട്ടിയുമായി ബന്ധപ്പെട്ട് തന്നെ അയാൾക്ക് ചിട്ടി ആദ്യമേ കിട്ടിയില്ലെങ്കിൽ അയാൾക്ക് അതിൻ്റെ സെക്യൂരിറ്റി ചിട്ടിയുടെ സെക്യൂരിറ്റി കൊടുത്തുകൊണ്ട് തന്നെ ലോൺ ഈ ചിട്ടിയിൽ നിന്ന് തന്നെ അറേഞ്ച് ചെയ്ത് അയാളുടെ ആവശ്യം നേടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ എങ്ങനെ സപ്പോർട്ട് സഹായിക്കാമെന്നുള്ള രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ഈ സ്ഥാപനം ത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയും. കസ്റ്റമേഴ്സിന് ഈ സ്ഥാപനത്തിലുള്ള വിശ്വാസം വരുന്നതിനും അതുപോലെ തന്നെ ബിസിനസ് വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിനും സാധിക്കുമെന്നുള്ളതാണ്. കാരണം നേരത്തെ പറഞ്ഞില്ലേ, 59.5 ലക്ഷം ഇടപാടുകാർ, 3.5 കോടി ജനങ്ങളുള്ള, അല്ലെങ്കിൽ അതിലൊരു 1.5 കോടിയെങ്കിലും ഈ ഇത്തരം ആക്ടിവിറ്റീസിൽ ഇടപെടാൻ കഴിയുന്നവരായിരിക്കുമല്ലോ. അവരെത്തിയിട്ടില്ല. അപ്പോൾ അവരെ 1 കോടിയെങ്കിലും നമ്മുടെ സ്ഥാപനവുമായി ബന്ധിക്കണമെന്നുള്ള ആഗ്രഹം, അത് നല്ലൊരു തലത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ വളരെ ദീർഘമായ ഒരു സെഷനായിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ഇതിനകത്ത് മാറിക്കാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇത്രയും വേക്കൻസി വരുന്നുണ്ട്. ആ അവസരം നന്നായിട്ട് നിങ്ങൾ യൂസ് ചെയ്തു. ഇനി നിങ്ങളുടെ മുമ്പിലുള്ളത് പ്രിലിംസിനായിട്ട് ഏതാണ്ട് 70+ ദിവസങ്ങളാണ്. ആ ദിവസങ്ങൾ ഏറ്റവും നന്നായിട്ട് നിങ്ങളെ പ്രയോജനപ്പെടുത്തുക, നന്നായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക. ഫുൾ സപ്പോർട്ടുമായിട്ട് ടീം സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ കൂടെയുണ്ട്. താങ്ക് യു സർ. താങ്ക് യു.